أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من سره أن يبد له في عمره ويزاد في رزقه فليبر والديه وليصل رحمه كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا وافر الآسين كلي وافرا يا أكرم الثقلين يا كنز الورى جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا أددي مؤيدي مددي أمدي على شددي مسيدي سددي أرضي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة نتفي بها هر البراء الحاكمة المصطفى والمرتضى وابناهما والفاطمة.
ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മനോഹരമായ പ്രോഗ്രാമിന് അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനനും ആദരണീയനുമായ എന്റെ ഗുരുനാഥനും താഴെപ്പാങ്ങോട് മുസ്ലിം ജമാഅത്തിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് കരുത്തുറ്റ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതനുമായ ബഹുമാനനും ആദരണീയനുമായ അൻവർ വാക്കൽ ഉസ്താദ് അവറുകൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹല്ലിന്റെ ആവേശമുള്ള ആത്മീയതയുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദരണീയനുമായ അർഷാദ് മിൻഹാജി ഉസ്താദ് അവറുകൾ, നമ്മുടെ മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈൻ സാഹിബ്, ജനറൽ സെക്രട്ടറി തടത്തിൽ അഷ്റഫ് സാഹിബ്, അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിലെ ദീനീപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മുടെ മന്ദലാംകുന്ന് മസ്ജിദിന്റെ ഇമാം, അതുപോലെ ഇവിടുത്തെ തന്നെ മറ്റ് മുഅല്ലിമീങ്ങൾ ഉസ്താദുമാർ, ഈ സദസ്സിൽ വന്നു ചേർന്ന ഇതിന്റെ പരിസര മഹല്ലുകളിലെ ഇമാമീങ്ങൾ, അവിടുത്തെ മുഅല്ലിമീങ്ങൾ, മറ്റുസ്താദുമാരെ, സംഘാടക സമിതിയിലെ മറ്റു പരിപാലന സമിതിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തച്ചോണ മുസ്ലിം ജമാഅത്തിന്റെ സംഘാടക സമിതിയിലെ റഹീം ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, കൂട്ടുകാരെ, വളരെ നേരത്തെ ഈ സദസ്സിലെത്തിച്ചേർന്ന അഭ്യുദയകാംക്ഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ ദോഷങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു മാഫാക്കി തരികയും അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും നേടാൻ ഉതകുന്ന തരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അഞ്ചാമത് ദിക്ർ ഹൽക്കയുടെ വാർഷികം തച്ചോണം മുസ്ലിം ജമാഅത്തിന്റെ മനോഹരമായ തിരുമുറ്റത്ത് നടക്കുമ്പോൾ അദ്കാറുകൾ കൊണ്ടൊരു മനുഷ്യന് ലഭിക്കുന്ന സർവ്വ നേട്ടങ്ങളും അല്ലാഹു ഈ മജ്ലിസിൽ സംഗമിച്ച നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ, അലങ്കരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ സ്വർഗത്തിലേക്കൊരു വാതിൽ എന്ന മനോഹരമായ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മനോഹരമായ സദസ്സിൽ വന്ന ഉദൈബിയ അറബി കോളേജിന്റെ കരുത്തുറ്റ നായകൻ എൻ.എം. യൂസുഫ് ഉസ്താദിന്റെ ഗുരുത്വവും പൊരുത്തവും നേടി അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന പൂമുട്ടുകളായ ഇൽമിന്റെ മക്കളെ ഉഖ്റവിയായ ലോകത്തിന്റെ ഏറ്റവും വലിയ വരദാനങ്ങളാക്കി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുലിപ്പാറ ഉസ്താദ് ഉൾപ്പെടെ ഇവിടെ വന്ന മുഴുവൻ ആലിമീങ്ങളുടെയും മുത്തഅല്ലിമീങ്ങളുടെയും ബറക്കത്ത് കൊണ്ട്, പൊരുത്തം കൊണ്ട് അല്ലാഹു സ്വർഗത്തിലേക്കൊരു വാതിൽ എന്ന വിഷയം പറയുമ്പോൾ ആ വാതിലിനെ തീർച്ചയായും സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, തനിക്ക് അല്ലാഹു നൽകിയ ആരോഗ്യവും തനിക്ക് അല്ലാഹു നൽകിയ ആഫിയത്തും തനിക്ക് അല്ലാഹു നൽകിയ സമ്പത്തും കൊണ്ട് ഭൗതിക ലോകത്തിന്റെ ഒരു ചിന്താമണ്ഡലത്തിലേക്കും സമയം ചെലവഴിച്ച് നശിച്ചു പോകാതെ ഇബാദത്തിലൂടെ അല്ലാഹുവിന്റെ വലിയ ഉന്നതമായ പദവിയും സ്ഥാനവും നേടണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ആബിദായ, സ്വാലിഹായ, സൂഫിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ വീര്യം കൂടിക്കൊണ്ടിരുന്നു, നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ ആരാധനയുടെ ചൈതന്യം അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്റെ ഇബാദത്തിലൂടെ തനിക്ക് ലഭിക്കാൻ പോകുന്ന പരലോകത്തെ വലിയ സുഖലോലുപ സ്വപ്നങ്ങൾ മനസ്സിന്റെ അകത്ത് താലോലിച്ച് അല്ലാഹുവിന് വേണ്ടി മറ്റ് ചിന്തകളെ മുഴുവനും കളഞ്ഞിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മനഃപൂർവ്വമല്ലാതെ ഒരു വലിയ സംഭവം നടന്നു. അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അത്രയ്ക്കും അല്ലാഹുവിലേക്ക് തഖ്വയോടെ ഇബാദത്ത്, ആരാധന ആത്മാർത്ഥമായി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമനുഷ്യ. ഒരിക്കൽ അദ്ദേഹം സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട മകനെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മകനെ മാറി നിന്നുകൊണ്ട് വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ആശങ്കയായി, ഞാൻ എന്ത് ചെയ്യണം? നമസ്കാരം നിർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് മറുപടി കൊടുക്കണമോ, അതല്ല
ഉമ്മയെക്കാൾ ഞാൻ സ്നേഹിക്കലും ആദരിക്കലും ആവശ്യമായ പടച്ചതമ്പുരാനിലേക്കുള്ള ഈ സുന്നത്ത് നമസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകണമോ? മനസ്സിന്റെ അകത്ത് ആശങ്കയായി. പക്ഷേ അദ്ദേഹം ഇബാദത്തിലേക്കാണ് കുറെ നാളുകൊണ്ട് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇബാദത്തിൽ നിന്ന് മുറിഞ്ഞു പോവുക എന്ന ആ രസം നഷ്ടപ്പെട്ടു പോവുക എന്നാൽ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ തീരുമാനിച്ചു നിസ്കാരത്തിൽ തുടരുക. നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ഉമ്മയോട് സംസാരിക്കാമല്ലോ. അങ്ങനെ തീരുമാനിച്ച് നമസ്കാരം തുടർന്നു. ഒരുപാട് പ്രാവശ്യം തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചപ്പോൾ നമസ്കാരത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മകൻ തന്നെ അവഗണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പേറ്റുനോ പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്നുകൊണ്ട് മനസ്സിലൊരു വിഷമം, മനസ്സൊന്ന് നീറി. ഇത്രയും വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ. മനസ്സിന്റെ അകത്തൊരു സംശയത്തിന്റെ, ഒരു സങ്കടത്തിന്റെ, ഒരു നീര്, ഒരു സങ്കടം ആ ഉമ്മയുടെ മനസ്സിൽ വെന്ത് നീറിക്കൊണ്ടിരുന്നു. കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു. ഈ മനുഷ്യൻ അദ്ദേഹം ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് ആത്മീയമായ സോപാനങ്ങൾ ഓരോന്ന് വെട്ടിപ്പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വലിയ വലിയ ആരാധനകളുടെ സ്രോതസ്സുകളിലേക്ക് ആ മനുഷ്യൻ പറന്നുയർന്നു. ആ പ്രിയപ്പെട്ട മനുഷ്യൻ അല്ലാഹുവിലേക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കെത്തി. മനുഷ്യരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോ തന്റെ മനസ്സിലുള്ള ഏകാന്തത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു ടെന്റ് അടിച്ചുകൂടിയിട്ട് അതിനകത്ത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിച്ചു. ആരുമായും ഒരു ബന്ധമില്ല, ഒറ്റയ്ക്ക് അതിനകത്ത് ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ അവിടെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പിശാച് വലവിരിക്കുന്ന പോലെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആരാധനയുടെ തപസ്സിളക്കാൻ വേണ്ടി മദാലസയായ സുന്ദരിയായ മാദകത്തിടമ്പ് പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട് ആർത്തിയോടെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മുമ്പിലെത്തി. എന്നിട്ട് ആ സഹോദരനോട് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടു, നിങ്ങളുടെ സൗന്ദര്യം എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ ശരീരം എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സൗന്ദര്യവും എനിക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് ആ പ്രിയപ്പെട്ട പെൺകുട്ടി ആരാധനാലയത്തിനകത്ത് കിടന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ സഹോദരൻ അവളെ ആട്ടിയോടിച്ചു. നിരന്തരം ഈ പെൺകുട്ടി ആട്ടിയോടിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സുവല്ലാതെ സങ്കടം കൊണ്ട് നിറഞ്ഞു. ആ ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെണ്ണ് ഗർഭവതിയായി. ഗർഭവതിയായിട്ട് ആ പ്രിയപ്പെട്ട പെൺകുട്ടി ആട്ടിടയന്റെ ഗർഭം ചുമന്ന് നടന്നിട്ട് ആ പെണ്ണു മലഞ്ചെരുവിൽ പ്രസവിച്ചു. പ്രസവിച്ച കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നാട് മുഴുവനും വനാന്തരങ്ങൾ ഇറങ്ങി വരുന്ന മുഴുവൻ ജനങ്ങളോടും പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ തങ്ങളെന്ന് പറയുന്ന, നിങ്ങളൊക്കെ വലിയ സൂഫി എന്ന് പറയുന്ന, നിങ്ങളൊക്കെ വലിയ മഹാനെന്ന് പറയുന്ന, ടെന്റ് കെട്ടിയിട്ട് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എന്റെ ഈ കുഞ്ഞിന്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൂട്ടാൻ തുടങ്ങി. ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചുപോയി. ഇങ്ങനെ ഒരു അപരാധം അയാൾ ചെയ്യുമോ? ചിലപ്പോ ചെയ്യുമായിരിക്കാം. പെണ്ണല്ലേ, സുഖമല്ലേ, പിശാചല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന്റെ ടെന്റ് അടിച്ചു പൊളിക്കാൻ തുടങ്ങി. വിവാദത്തിൽ കഴിഞ്ഞുകൂടിയ മഹാനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അയാൾ ഇറങ്ങി വന്നപ്പോ ദേശീയായ ആട്ടിടയന്റെ ഗർഭം ചുമന്ന ഈ പെണ്ണ് ആ കുട്ടിയെയും എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ പിതാവ് നിങ്ങളാണ്, നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം, തന്റെ ശരീരം ആഗ്രഹിച്ചതുപോലെ തന്റെ ജീവിതത്തിലേക്ക് ആ സൂഫിയാര മനുഷ്യനെ കിട്ടാതെ വന്നപ്പോ ആ സൂഫിയാര മനുഷ്യനെതിരെ ഈ പെൺകുട്ടി നടത്തിയ നാടകമായിരുന്നു അത്. പക്ഷേ എല്ലാവരും ആ സൂഫിയാര മനുഷ്യനെ ഉപദ്രവിക്കാൻ തുടങ്ങി. നാട്ടിലെ പ്രമാണിമാരെല്ലാവരും വളഞ്ഞുകൂടിയിട്ട് ആ സഹോദരന്റെ കൈയും കാലും കെട്ടി ഉപദ്രവിക്കണമെന്ന ആശയം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. 2 റക്അത്ത് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് ദുആയിരുന്നു. എന്നിട്ട് ഈ സഹോദരിയുടെ കൈയിലിരിക്കുന്ന കുഞ്ഞിനെ അവിടെ കിടത്താൻ പറഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോരയുടെ മണം മാറിയിട്ടില്ലാത്ത, വളർച്ചയുടെ ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും പ്രായമായിട്ടില്ലാത്ത ആ പ്രിയപ്പെട്ട കുഞ്ഞിനോട് ഈ മഹാനായ മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്റെ പിതാവ് ഞാനാണോ? അത്ഭുതം! ലോകചരിത്രത്തിൽ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ച അത്ഭുതത്തിന്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഹദീസുകളിൽ ഈ മഹാനായ മനുഷ്യൻ ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ഈ കുഞ്ഞിനെയും നമുക്ക് കാണാം.
ആ കുഞ്ഞു പറഞ്ഞു, അല്ല, എന്റെ കുഞ്ഞ് നിങ്ങളല്ല, സംസാരിക്കാൻ സമയമായിട്ടില്ലാത്ത, വളർച്ചയുടെ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ പ്രിയപ്പെട്ട കുഞ്ഞു പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളല്ല. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഇത്രത്തോളം ഒരു കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിവുള്ള വലിയാണെങ്കിൽ ഒരിക്കലും ഇയാൾക്കൊരു വേശ്യയായ പെണ്ണിന്റെ സൗന്ദര്യം തേടിപ്പോകേണ്ടി വരില്ല. പക്ഷേ ആ മഹാനുഭാവൻ രാവും പകലുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു, എന്തുകൊണ്ട് അല്ലാഹു എനിക്ക് ഈ പരീക്ഷണം തന്നു? ആ പ്രിയപ്പെട്ട സഹോദരൻ ചിന്തിച്ചതിനൊടുവിൽ കിട്ടിയ മറുപടി എന്താ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പതാ നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, താന് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മ മാതാവ് പുറകിൽ വന്ന് വിളിച്ചപ്പോൾ ആ വിളിക്ക് മറുപടി കൊടുക്കാത്തത് കൊണ്ട് ഉമ്മയുടെ മനസ്സൊന്ന് വെന്തുരുകിയതിന് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തനിക്ക് തന്ന ഒരു പണിഷ്മെന്റാണെന്ന് തിരിച്ചറിഞ്ഞുപോയ വലിയ പൊട്ടിക്കരഞ്ഞുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വലിയായാലും, എത്ര ആലിമായാലും, എത്ര ഹാഫിളായാലും, എത്ര ആബിദായാലും, ആത്മീയതയുടെ എത്ര പടവുകൾ ആരാധനയുടെ ചിറക് വെച്ചിട്ട് പറന്നുയർന്നു പോയാലും പ്രിയപ്പെട്ട ഉമ്മയുടെയോ വാപ്പയുടെയോ മനസ്സിനെ സങ്കടപ്പെടുത്തിയ സുബ്ഹാനല്ലാഹ്, ആ സങ്കടം അവൻ മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിന്റെ മണ്ണിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ അല്ലാഹു ഇടവരുത്തുന്നതാണ്. അതാണ് ഈ മഹാനായ വലിയുടെ ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാനുള്ളതെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനോഹരമായ സ്വർഗ്ഗമൊരുക്കിയിട്ട് ആ സ്വർഗ്ഗത്തിന്റെ ഒരു വാതിലായിട്ട് കച്ചവടത്തുകാരന്റെ നിന്റെ ഭവനത്തിന്റെ അകത്ത് അല്ലാഹു ആ വാതിനെ വെച്ചിരിക്കുകയാണ്. നിന്റെ ഉമ്മയും ബാപ്പയുമാണ് സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാനുള്ള കവാടമെന്ന് സ്വഹീഹായ ഹദീസുകൾ ബലവലിക്ക് സമ്മതിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, വഹൽ അസൈതും توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله وأصمهم وأعمى أبصارهم. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഉമ്മയുമായി, ഉപ്പയുമായി, അവരുടെ ബന്ധങ്ങളുമായി, നിന്റെ കുടുംബ ബന്ധങ്ങളുമായി തച്ച് തകർത്ത് പരിപ്പണമാക്കിയ രീതിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർക്ക് എന്തെന്നറിയുമോ? ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് ഖുർആൻ. പടച്ചതമ്പുരാന്റെ ശാപമുണ്ട് ഉമ്മയോട്, വാപ്പയോട്, ബന്ധുക്കളോട് പിണങ്ങിയവർക്ക്, വഴക്കിട്ടവർക്ക്. മാത്രമല്ല ഖുർആൻ പറയുകയാണ്, വാസമ്മഹും, അല്ലാഹു അവരെ ഊമയാക്കുന്നതാണ്, ബദിരനാക്കുന്നതാണ്, പൊട്ടനാക്കുന്നതാണ്. വഅമാബുസോറും, കണ്ണിന് കാഴ്ചയില്ലാത്തവരാക്കുന്നതാണ്. മൂകതളം കെട്ടിയ ജീവിതമാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നത്. നന്മ കാണാൻ കഴിയാറ്, നന്മ കേൾക്കാൻ കഴിയാറ്, മൂരടിച്ചുപോയ കറുത്ത മനസ്സുമായിട്ടവർക്ക് ജീവിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പച്ചോടത്ത് വന്ന് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു വെക്കുക. നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗം തരാനാണ്, സ്വർഗം വാങ്ങാനാണ് പെണ്ണെ നീ നമസ്കരിക്കുന്നതെങ്കിൽ, എന്റെ ചെറുപ്പക്കാരാ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ, കച്ചവടം പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, താഴെ പാങ്ങോട് പള്ളിക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന, അനാഥമക്കൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി വസ്തുവും പണവും സ്വർണവും പണ്ടവും മുഴുവനും കൊടുത്തിട്ട് ആരാധന അർപ്പിച്ച് ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ കവാടം വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. ആ സ്വർഗത്തിന്റെ കവാടം കടന്നകത്തു പോകണമെങ്കിൽ നിന്റെ ഉമ്മ നിന്നെ ഓർത്ത് ശാപവാക്ക് പറയാതിരിക്കണം ചെറുപ്പക്കാരാ. നിന്റെ വാപ്പ നിന്നെ ഓർമ്മിച്ചിട്ട് ഇങ്ങനെ ഒരു മകനാണല്ലോ പടച്ചവനെ എനിക്കുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടാതിരിക്കാൻ കഴിയുക. അവിടെയാണ് പച്ചോളത്ത് വന്ന മോമിനീങ്ങളെ നമ്മൾ വിജയിക്കുന്നത്. നിങ്ങൾ ഗൗരവത്തോടെ ഒന്ന് ചിന്തിക്കുക. ആ രണ്ട് വാതിലുകളെന്ന് ഞാൻ പറഞ്ഞത് ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി നിങ്ങളുടെ ഉപ്പയെക്കുറിച്ചായിരിക്കാം, പെങ്ങളെ എത്രയോ നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ നിന്റെ ഉമ്മയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ജീവച്ഛവമായി വീട്ടിന്റെ അകത്ത് കഴിയുന്ന പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ചായിരിക്കാം. എത്രയോ മക്കളെ പ്രസവിച്ചിട്ട് നോക്കാൻ ആളില്ലാതെ
ആരാധനാലയങ്ങളിൽ, ആ ആതുരാലയങ്ങളിൽ, സ്നേഹസാഗരം പോലെയുള്ള ആതുരാലയങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ ഉമ്മയെയും വാപ്പയെയും വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന മക്കളെത്രയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിച്ചോ, അള്ളാഹു വെറുതെയല്ല നിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഉമ്മയെ ആക്കിയത്, വാപ്പയെ ആക്കിയത്. അവരുടെ ജീവിതത്തെക്കുറിച്ച് സഗൗരവം ഈ സരസിൽ വന്നവരൊന്ന് ചിന്തിക്കുക. നിന്റെ ഉമ്മ നിന്നെ കൊണ്ടു നടക്കുന്ന സമയം മുതലുള്ള രംഗത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. നീ ജനിക്കുന്നതിന് മുമ്പ്, നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന ആണും പെണ്ണും സർവവും ചിന്തിക്കണമല്ല. നൗഷാദ് ബാക്കവി ആരുമറിയാതെ എന്റെ ഉമ്മ എന്നെ ചുമന്നുകൊണ്ട് നടന്ന രംഗം ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാ. എന്റെ ഉസ്താദിന് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയാത്ത ഒരു ഉമ്മയാണ് ഉസ്താദിനുണ്ടായിരുന്നത്. ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഉമ്മ പ്രിയപ്പെട്ട ഗുരുനാഥനെ വയറ്റിന്റെ അകത്ത് ചുമന്ന രംഗത്തെ ഉസ്താദിന്റെ മനസ്സിൽ കൊണ്ടുവരട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് അല്ലാഹുവേ സന്തോഷിക്കുകയാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണല്ലോ. ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ആ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ചിത്രവും ചിന്തയും നിന്റെ മനസ്സിലേക്ക് വരട്ടെ. അല്ലാഹുവേ എന്ത് കഴിച്ചാലും എന്റെ മോനുകൂടി വേണമെന്ന് പറഞ്ഞ് കഴിച്ചിരുന്ന ഉമ്മ വിറ്റാമിനുള്ള ഭക്ഷണം കഴിക്കണം. വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് കൂടിയുള്ളതാണ്. അല്ലാഹു എന്തെങ്കിലും കട്ടിയുള്ള ജോലി ചെയ്യുമ്പോ എന്റെ കുഞ്ഞിനെ അത് ബാധിക്കുമല്ലോ, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ ജോലിയെല്ലാം മാറ്റിവെച്ച, എന്തിനേറെ വാഹനത്തിന്റെ അകത്തൊന്ന് കയറേണ്ടി വരുമ്പോ ആ കാലങ്ങോട്ട് ഉയർത്തിയിട്ട് വാഹനത്തിന്റെ അകത്ത് കയറുമ്പോ രണ്ട് കൈ കൊണ്ട് തന്റെ പ്രിയപ്പെട്ട വയറ്റിൽ നിന്ന് അമർത്തി പിടിച്ചത് നമ്മളെ സംരക്ഷിക്കാനാണ്, എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു എന്നിട്ട് വയറിങ്ങനെ വലുതാവുകയാണ്. ചെറിയ കാര്യമല്ല. ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം താജ്മഹലും കുത്തുബ് മിനാറും ഒന്നുമല്ല. ഉമ്മയുടെ വയറാണ്, ഗർഭപാത്രമാണ്, ഗർഭാശയമാണ്. അതിങ്ങനെ വളരുകയാണ്. അല്ലാഹു അതിങ്ങനെ വളർന്നു വരുമ്പോ നമ്മൾ ആ വയറ്റിനകത്ത് നമ്മളാണ് വളരുന്നത്. നമുക്ക് വേണ്ടി ഉമ്മ സർവ്വരും മാറ്റിവെക്കുന്നു, സർവ്വരസങ്ങളും സുഖങ്ങളും മാറ്റിവെക്കുന്നു. എത്ര ബുദ്ധിമുട്ടാണ് ഉമ്മാക്കുന്ന നല്ലതുപോലെ ചരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല. ഗർഭവതിയായത് മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് കമിഴ്ന്നു കിടക്കാൻ പറ്റുന്നില്ല. 10 മാസത്തോളം ഉമ്മ കമിഴ്ന്നു കിടക്കൽ ഉപയോഗിച്ചത് എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരപകടം നമുക്ക് വരാതിരിക്കാൻ, ഒരു നൊമ്പരം നമുക്ക് വരാതിരിക്കാൻ, ഒരു സങ്കടം നമുക്ക് വരാതിരിക്കാൻ നമ്മെ സംരക്ഷിച്ച പ്രിയപ്പെട്ട ഉമ്മ. സുബ്ഹാനല്ലാഹ്, അവസാനമാ ഉമ്മ വേദനയോടെ പ്രസവിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. പിന്നെ അത് കഴിഞ്ഞു വരുന്ന വേദന. അത്രയും വലിയ വേദന അനുഭവിച്ചിട്ട് ഒരു പെണ്ണിന് എത്രത്തോളം വായിങ്ങനെ കീറി വെക്കാൻ പറ്റുമോ അത്രത്തോളം വായ കീറിയിട്ടല്ലേ എന്റെ തച്ചോടത്ത് വന്ന മക്കളെ നമ്മെ പ്രസവിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നിലവിളിച്ചത്. അത്രത്തോളം വായ തുറന്ന് നിലവിളിച്ച് ആ വലിയ നിലവിളി ശബ്ദം ഉയരുമ്പോഴാണ് ഉമ്മയുടെ ഉദരപ്പിനകത്തിരുന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. പിറന്നു വീണ ഉടനെ അല്ലാഹുവേ ഒന്നുമറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ നമ്മളെ വാരിയെടുത്തിട്ട് ആൺകുട്ടിയാണല്ലോ പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഓമനത്തോടെ എന്റെയും നിങ്ങളുടെയും കവിളത്ത് ആദ്യമുത്തം തന്നതാരാ? ചെറുപ്പക്കാരാ, സുന്ദരിയാരെ ഭാര്യയെ കിട്ടിയിട്ട് അവളുടെ ചുണ്ടുകൾ നിന്റെ കവിളത്ത് പതിഞ്ഞപ്പോ വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ മുത്തം മറന്നുപോയ ചെറുപ്പക്കാരാ, ആ ഉമ്മയുടെ മുത്തം കിട്ടിയപ്പോ നീ കരച്ചിൽ നിർത്തിയല്ലോ. ഉമ്മയുടെ മാരടത്തിലേക്ക് പട്ടുമത്തേക്കാൾ സുഖത്തോടെ നിന്നെ അമർത്തി വെച്ചപ്പോ ആ സുഖം നീ ഇന്ന് മറന്നുപോയോ ചെറുപ്പക്കാരാ? നിന്റെ കരച്ചിൽ നിർത്തി. ഉമ്മയുടെ പ്രിയപ്പെട്ട അമ്മിഞ്ഞപ്പാല് നിന്റെ 2 ചുണ്ടങ്ങോട്ടകത്തിയിട്ട് ആ വാക്യകത്തേക്ക് വെച്ചിട്ട് വാവാവോ പാടിയിട്ട് താലോലിച്ച് നിന്നെ ഉറക്കിയതിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏതെങ്കിലും പാതിരാത്രി തൊട്ടിൽ കിടന്നിട്ട് നീ ഒന്ന് കണ്ണു തുറന്നു പോയാൽ എല്ലാം മറന്നിട്ട് ഓടി വന്നിട്ട് ഉറക്കമിടിഞ്ഞുകൊണ്ട് കോട്ടുവായി വിട്ടിട്ട് തൊട്ടിൽ പാലം പിടിച്ച് പാട്ടുപാടി പാതിരാത്രി 2 മണിക്ക് നിന്നെ പാട്ടുപാടി ഉറക്കിയ ഉമ്മ എന്റെ തച്ചോടത്തുകാരാ, ഇത് ഉമ്മാ
ഉമ്മാക്ക് വേണ്ടിയുള്ള വാളാണ്, ഇത് വാപ്പാക്ക് വേണ്ടിയുള്ള വാളാണ്. ഇവിടെ വന്ന ഒരു മക്കളും മാതാപിതാക്കളുടെ പൊരുത്തക്കേട് കൊണ്ട് നരകം വാങ്ങാൻ പാടില്ല. ഉമ്മയുടെയും വാപ്പയുടെയും ശാപം കൊണ്ട് കത്തിക്കാളുന്ന ഖബറിന്റെ കത്താകാൻ പാടില്ല. ആ പ്രിയപ്പെട്ട ഉമ്മ എല്ലാം മറന്ന് നമുക്ക് വേണ്ടി ജീവിച്ചല്ലോ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ ഞാനും നിങ്ങളും മലമൂത്ര വിസർജനം നടത്തുമ്പോ ഓടി വന്ന് വാരിയെടുത്തിട്ട് പോട്ടെ, സങ്കടപ്പെടണ്ടടാന്ന് പറഞ്ഞിട്ടത് മുഴുവനും വൃത്തിയാക്കിയിട്ട് നമുക്ക് ശുചീകരിപ്പിച്ചു തന്നില്ലേ? നിരസാര വസ്ത്രം മാറ്റിയിട്ടും പുതിയ വസ്ത്രം ധരിപ്പിക്കുമ്പോ ആ പുതിയ വസ്ത്രത്തിലും ഞാനും നിങ്ങളും മലമൂത്ര വിസർജനം നടത്തുമ്പോ ഒരു വെറുപ്പും കൂടാറ്, ഒരു സങ്കടവും കൂടാറ്, കണ്ണൊന്ന് നിറയുക പോലും ചെയ്യാറ് പൊന്നുമോനെ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട നമ്മെ വാരിയെടുത്തിട്ട് നമ്മെ വൃത്തിയാക്കിയില്ലേ? അല്ലാഹുവേ, ഉമ്മ അടുക്കള ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ എവിടെയെങ്കിലും കിടന്ന് ഞാനോ നിങ്ങളോ ഒന്ന് കരഞ്ഞുപോയാ എന്റെ മോന് കരയുകയാണല്ലോ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന സർവ്വരും വലിച്ചെറിഞ്ഞിട്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞോടി വന്ന് വാരിയെടുത്ത് മുത്തം തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. നമുക്ക് രോഗം വന്നാലോ നെറ്റിയിലിങ്ങനെ കൈവച്ച്, കഴുത്തിലിങ്ങനെ കൈവച്ച്, കവിളത്തിങ്ങനെ കൈവച്ച് എന്റെ പൊന്നുമോന് വയ്യെന്ന് പറഞ്ഞ് ഒരുങ്ങിപ്പെട്ടെന്ന് ഡോക്ടറെ കാണാനോടുമ്പോ കാണുന്ന ഉസ്താദുമാരോടൊക്കെ എന്റെ മോന് സുഖമില്ല ദ്വാരക്കണോന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടിയാണത് മുഴുവനും ചെയ്തത്. എന്നിട്ടോ രാത്രി സമയത്ത് നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ നല്ലവനാക്കണം, എന്റെ പൊന്നുമോനെ നമ്മെ സ്നേഹിക്കുന്നവനാക്കണം, എന്റെ പൊന്നുമോനെ ദീനുള്ളവനാക്കണം, എന്റെ പൊന്നുമോനെ പള്ളിക്ക് ആവശ്യമുള്ളവനാക്കണം എന്ന് പറഞ്ഞ് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. വാപ്പയോ ഭാര്യ ഗർഭവതിയാണ് അറിഞ്ഞത് മുതൽ ടെൻഷനാണ്. അല്ലാഹുവേ, ഒരു പ്രയാസം കൂടാതെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അന്നു മുതൽ വാപ്പ ജോലിക്ക് പോകുമ്പോ ഭാര്യയ്ക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ടെൻഷൻ അടിക്കുന്ന വാപ്പ. നമ്മൾ ആരും ആ വാപ്പയെ കുറിച്ച് എത്ര ചിന്തിക്കലില്ല. വാപ്പ എന്ന് പറയുന്ന കുടുംബത്തിന്റെ സ്നേഹമനത്തെ മനസ്സിലാക്കാൻ എന്റെ തച്ചോടത്തെ ചെറുപ്പക്കാരാ നീ മനസ്സ് കാണിക്കണം മോനെ. വാപ്പാടെ മനസ്സിന്റെ ടെൻഷൻ ആരോടും പറയാതെ സങ്കടം കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ, പുറത്തറിയിക്കാതെ വേദന മനസ്സിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ഒരേ ഒരാൾ. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വന്ന് ഞങ്ങളൊക്കെ സഹകരിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗം കൊടുക്കണേ അല്ലോ. ആ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹുവേ, പൊന്നുമോന് നല്ല ആരോഗ്യം വരാൻ ഭാര്യയ്ക്ക് സുഭിക്ഷമായ ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന വാപ്പ, നമ്മൾ ജനിച്ച ഉടനെ ഓടി വന്ന് പൊന്നുമോന്റെ കവളത്തേക്ക് മുത്തം തന്നിട്ട് നിന്നെ ഞാൻ നല്ല തന്റെ ഇടമുള്ളവനാക്കും, പണം ചെലവഴിച്ച് പഠിപ്പിക്കുമെന്നൊക്കെ തീരുമാനിച്ച് പൊന്നുപോലെ നമ്മളെ സംരക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ. വാപ്പ ജോലി കഴിഞ്ഞു മടങ്ങി വരുമ്പോ കൈ നിറച്ച് സമ്മാനങ്ങളല്ലേ, കളിപ്പാട്ടം വേണോ, മിഠായി വേണോ, എന്താണ് ആവശ്യമുള്ളത്? കുഞ്ഞുടുപ്പുകളും കളിക്കോപ്പുകളും കളിപ്പാട്ടങ്ങളും. പിന്നെ ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വാങ്ങിത്തന്നത്? മോനെ എന്ന് പറഞ്ഞ് ചോറ് വാരി വാക്യകത്ത് വെച്ച് തരുമ്പോഴും നമ്മുടെ വാപ്പച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല, പക്ഷേ നമ്മളതറിഞ്ഞില്ല. മോനെ വായ തുറക്കടാന്ന് പറഞ്ഞ് വാക്യകത്ത് ഭക്ഷണം വെച്ച് തരുമ്പോഴും എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട വാപ്പമാര് പട്ടിണിയായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. നമ്മളൊന്ന് സങ്കടപ്പെട്ട വാപ്പച്ചിയുണ്ടല്ലടാന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെച്ച വാപ്പ. ഇതൊന്നുമല്ല, തച്ചോണം പള്ളിയിലേക്ക് ആദ്യമായിട്ട് പെരുന്നാൾ നമസ്കാരത്തിന് നിങ്ങൾ നടന്നു വന്നത് ആ പ്രിയപ്പെട്ട വാപ്പാടെ വിരൽത്തുമ്പ് പിടിച്ചിട്ടല്ലേ. എന്തോ ഒരു സമാധാനമാണ്. തിരക്കിനിടയിൽ എവിടെയെങ്കിലും വാപ്പച്ചിയുടെ വിരലങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പള്ളിക്കകത്തിരുന്ന് കരഞ്ഞിട്ടില്ലേ? എന്റെ വാപ്പച്ചിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടില്ലേ? അതാണ് വാപ്പയുടെ വില, അതാണ് വാപ്പയുടെ സംരക്ഷണം. പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട വാപ്പ കണ്ണേ പൊന്നേ പേനേ എന്ന് പറഞ്ഞ് എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരല്ലേ. എന്നിട്ടെന്തു പറ്റിപ്പോയി അല്ലാ? ആ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും ഒന്ന് വൃദ്ധസദനത്തിന്റെ അകത്ത് കഴിയുകയാണ്. കണ്ണൂർ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ അത്താണി എന്ന് പറയുന്ന ഒരു വൃദ്ധസദനം കണ്ടു. അത്താണി എന്നാണ് പേര്. 10-45 ഉമ്മമാരെവിടെയുണ്ട്. അല്ലാഹുവേ, ഞാൻ ചെന്നപ്പോൾ ഒരു ഉമ്മയെ പരിചയപ്പെട്ടു. 12 മക്കളെ പ്രസവിച്ച ഉമ്മയാ. ഇന്ന് ഒരു മക്കൾ പോലും ആ ഉമ്മയെ നോക്കാനില്ല.
അള്ളാഹു നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം നമുക്ക് തരട്ടെ. 12 മക്കളെ പ്രസവിച്ച ഉമ്മയാണ്. കണ്ണൂർ ജില്ലയിലെ ആ സ്ഥാപനം ഇപ്പോഴുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മാസം പോയി കണ്ട കാര്യമാണ് പറഞ്ഞത്. 12 മക്കളെ പ്രസവിച്ച വയോവൃദ്ധയായ ഒരു, നിങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ കാണുന്ന ഉസ്താദെ മക്കൾ വരണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുക എന്ന് പറഞ്ഞപ്പോണ്ടല്ല, കൽബ് പൊടിഞ്ഞുപോയി സഹോദരൻ. പ്രസവ വേദന അറിഞ്ഞ, പേറ്റ് നോവറിഞ്ഞ, പാല് കൊടുത്ത് വളർത്തിയ, മുത്തം കൊടുത്ത് വളർത്തിയ മക്കളെ കാണാൻ ആഗ്രഹിച്ചിട്ട് അവർക്ക് കഴിയണില്ല. അവരെ ആതുരാലയത്തിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, വിശുദ്ധമായ ഇസ്ലാമിന്റെ അറബി നിഘണ്ടു പരിശോധിച്ചാൽ 2 വാക്കുകൾ നമുക്ക് കാണാം. ഒന്ന് ഹുക്കൂക്ക്, മറ്റൊന്ന് ഉഖൂക്ക്. ഒന്നിന് സ്വർഗം, മറ്റൊന്നിന് നരകം. അതാണ് അതിന്റെ പ്രത്യേകത. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ഹാ പിന്നെ 2 ഖാഫാണ്. ഉഖൂക്ക് എന്ന് പറഞ്ഞാൽ ഐനാണ്, പിന്നെ 2 ഖാഫാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഹുക്കൂക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ, ഉഖൂക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നരകത്തിൽ. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കാത്തു സൂക്ഷിക്കുന്നവൻ, അവന് നേരെ സ്വർഗത്തിൽ പോവാം. ഉമ്മയെ പൊന്നുപോലെ നോക്കി, വാപ്പച്ചിയെ പൊന്നുപോലെ നോക്കി. ഞാൻ കാരണം എന്റെ ഉമ്മ ഇപ്പയും കരയൂല, തീരുമാനമെടുത്തു. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവൻ, അവരെ ബേജാറിലാക്കിയവൻ, ഒരു സമാധാനവും കൊടുക്കാത്തവൻ, ഒരു സ്വസ്ഥതയും കൊടുക്കാത്തവൻ, അങ്ങനെയുള്ളവർക്ക് നേരെ നരകത്തിന്റെ കവാടമാണ് അല്ലാഹു തുറന്നു കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയട്ടെ, വസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ വിഷയത്തിൽ മനുഷ്യരോട് അല്ലാഹു വസിയ്യത്ത് ചെയ്തതെന്തെന്നറിയുമോ? നിങ്ങൾ പഠിക്കണ്ടേ തച്ചോണത്തുകാരാ, ഉമ്മയുടെ വാപ്പയുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ നിങ്ങളോട് പറഞ്ഞതെന്താ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ചുമന്നു പോയ ഘട്ടത്തെക്കുറിച്ചാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന സമയത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. 2 വർഷം വരെ നിനക്ക് മുലപ്പാല് തന്ന ഉമ്മയെയാണ് ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് മുഴുവനും ചെയ്ത മാതാപിതാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പറയുകയാണ്, അനിഷ്കുറുലീ വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തുക. ഇബാദത്ത് ചെയ്തുകൊണ്ട്, ആരാധന ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തുക. വലിവാലിദൈ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക, എന്നോട് നിങ്ങൾ നന്ദിയുള്ളവരാകുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉമ്മയെ മറക്കല്ലേ, നിങ്ങളുടെ വാപ്പയെ മറക്കല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന്റെ കൂടെ ചേർത്ത് വെച്ചില്ലേ നമ്മുടെ ഉമ്മയെ? അല്ലാഹുവിന്റെ ആരാധനാ കർമ്മങ്ങളുടെ പിന്നാലെ ഉമ്മയോടുള്ള വാപ്പയോടുള്ള ബാധ്യത മറക്കരുതെന്ന് പടച്ചറമ്പുരാന്റെ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് തുറന്നു നോക്കിയാൽ നിറയെ ഉമ്മയെ സ്നേഹിച്ചവർക്ക് പ്രശംസയാണ്, വാപ്പയെ സ്നേഹിച്ചവർക്ക് പ്രശംസയാണ്. ഹിയാ നബിയോടല്ല പറഞ്ഞു, വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ഖസിയാ. ഉമ്മയെ സ്നേഹിച്ച, വാപ്പയെ ഇഷ്ടപ്പെട്ടുപോയ യഹ്യാ നബിക്ക് പടച്ചതമ്പുരാന്റെ പ്രശംസ വരികയാണ്. ഈസാ നബിയോട് അല്ലാഹു പറഞ്ഞല്ലോ, വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ഖസിയാ. ഈസാ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാമൊക്കെ അവരുടെ മാതാപിതാക്കളോട്, അവരുടെ ഉമ്മമാരോട് അല്ലാഹുവേ പടച്ചവനെ കാണിച്ച് സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ, അതിർപ്പത്തിന്റെ കഥകൾ പറഞ്ഞ് ഖുർആൻ അവരെ പ്രശംസിച്ചിട്ട് അല്ലാഹു തച്ചോണത്തുള്ള നിങ്ങളോട് പലരെന്തെന്നറിയോ? എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ചെറിയ പ്രായമാകട്ടെ, മുതിർന്നവരാകട്ടെ, പ്രായം ചെന്നവരാകട്ടെ, നിങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ,
നിന്റെ ഉമ്മാക്കും നിന്റെ വാപ്പാക്കും നീ ഏറ്റവും നല്ല ഗുണം ചെയ്യണേ. അവർക്ക് എത്ര ഗുണം ചെയ്യാൻ പറ്റുമോ അത്രയും ഗുണം നീ അവർക്ക് ചെയ്യണേ. അവരെ സങ്കടപ്പെടുത്തുന്നത് പടച്ചവനിഷ്ടമല്ല, അവരെ വേദനിപ്പിക്കുന്നത് അല്ലാഹുവിന് പൊരുത്തമല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾക്ക് അല്ലാഹുവിനോട് അടുക്കണമോ? സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമോ? സുബഹിന്റെ സമയം വരെ ഖുർആൻ ഓതുന്നവരെ, 1000 മുത്തിന്റെ തസ്ബീഹുമാല കൊണ്ടുവന്ന് 10,000കണക്കിന് ദിക്ർ ചൊല്ലിയിട്ട് പടച്ചവനോട് അടുക്കാൻ ശ്രമിക്കുന്ന മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ഇന്നി ലഅലമു അമലൻ അഖറബു ഇലല്ലാഹ് മിൻ ബിർറിൽ വാലിദാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച അമലുകളിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന, അള്ളാഹുവിന് ഏറ്റവും അടുപ്പമുള്ള ഒരേ ഒരമല് അതെന്റെ ഉമ്മാക്കും ഉപ്പാക്കും അവർക്ക് ഹിദ്മത്ത് ചെയ്യലാണ്, അവരെ സ്നേഹിക്കലാണ്, അവരെ സഹായിക്കലാണ്, അവരെ സംരക്ഷിക്കലാണ്, അവരെ ഏറ്റെടുക്കലാണ്, അവരെ കരയാതെ നോക്കലാണ്, അവരെ കരഞ്ഞുപോയാ കണ്ണീര് തുടച്ചു കൊടുക്കലാണ്. ഇതാണ് പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, മഹാനായ കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാര്യം കൊണ്ട് എനിക്ക് വസിയത്ത് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു അല്ലാഹുവിനോട് മൂസാ നബി. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താ? മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയെ സംരക്ഷിക്കുന്ന കാര്യമാണ് നിന്നോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. അപ്പോ മൂസാ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പടച്ചവനെ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഊസിക ബി ഉമ്മിക, രണ്ടാമത്തതും നിന്റെ ഉമ്മയെ നീ സംരക്ഷിക്കലാണ് എനിക്ക് നിന്നോട് പറയാനുള്ള. ഉമ്മയുടെ വിഷയം ഗൗരവത്തിൽ കാണുക, അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. മൂസാ നബി വീണ്ടും ചോദിച്ചു മൂന്നാമത്. അള്ളാഹു പറഞ്ഞു, ഊസിക ബി ഉമ്മിക, നിന്റെ ഉമ്മയുടെ കാര്യമാണ് മൂന്നാമത് എനിക്ക് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അള്ളാഹു 3 കാര്യം കൊണ്ട് നിർത്തും. ഉമ്മയുടെ കാര്യം ഇപ്പോ സ്വഹിയ ഹദീസൊക്കെ പരിശോധിച്ച് നോക്കിയാൽ 3 സ്ഥാനം ഉമ്മാക്കും 1 സ്ഥാനം വാപ്പച്ചിക്കാണ് കൊടുക്കുക. ഇസ്ലാം ഇപ്പോ സ്വഹിയായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്. പക്ഷെ മൂസാ നബിയോട് 3 അല്ല 4, 5, 6, 7, 8, 9 പ്രാവശ്യം പറഞ്ഞു ഉമ്മിക്ക 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 ഉമ്മിക്ക. എന്താ കാരണം? 9 പ്രാവശ്യം ചേർത്തുകൊണ്ട് പറഞ്ഞു ഉമ്മിക്ക 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 ഉമ്മിക്ക. മൂസാ നബി തള്ളുന്നില്ല, വീണ്ടും വീണ്ടും ചോദിച്ചു. എത്ര പ്രാവശ്യം മൂസാ നബി പറയുകയാണ്, ഞാൻ 10ാമതും അള്ളാഹു ഉമ്മിക്ക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീണ്ടും 11ാമതും ചോദിക്കുമായിരുന്നു. 100 തവണ അള്ള പറഞ്ഞാലും എപ്പോഴും വാപ്പയെ കുറിച്ച് പറയുമോ അതുവരെ അറിയാൻ വേണ്ടി, ഉമ്മയുടെ പദവി അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് 9 പ്രാവശ്യം പറഞ്ഞു എന്നതിൽ ചില മുഹദ്ദിസീങ്ങളൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മൂസാ നബിയോട് മാത്രമേ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. കാരണം എന്തേ? ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ തനിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നെയിലൊഴുക്കുന്നേ, ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ടമുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. എന്ത് രസമാണ്! നിബിദിനാവാൻ പോവാണ്. ഇങ്ങനെയുള്ള പാട്ടൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം ഇംഗ്ലീഷ് നിബിദിനായി. ബുർദയിൽ പോലും മൗലായ എന്ന് പറഞ്ഞാൽ പിന്നെ യോ യോ മൗ മൗ യോ യോ അല്ലേ? അതിനൊക്കെ വലിയ രസമായി. പാപ്പവരൊക്കെ പറയാ കാലം പുരോഗമിച്ചു പോയി, ബുർദയൊക്കെ ഇപ്പൊ ഇങ്ങനെയാ പോകണമെന്ന് പറയാം. എല്ലാം പോയി അല്ലേ? ചില ഇതുപോലുള്ള നാടൻ മഹല്ലുകളിലൊക്കെ അൽഹംദുലില്ലാ അതിന്റെ തനതായ ശൈലിയും ചന്തവും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ലാഹു തആല അത് തന്നെ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. നമുക്ക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ദഫ്മുട്ട് നടത്തിയാലും അതിനെ ചില അടുക്കും ചിട്ടയും അദബും മര്യാദയൊക്കെ വേണം. സിനിമാറ്റിക് ഡാൻസ് പോലെ അല്ല ദഫ്മുട്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഇന്ന് ഒരുപാട് യുവാക്കൾ അതിനൊക്കെ നശിപ്പിച്ചു.
പക്ഷെ അതിന്റെ പിന്നിൽ ഉസ്താദുമാരുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. നമുക്ക് നല്ല തനതായ നമ്മുടെ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നല്ല രസമില്ല. എത്ര കാര്യങ്ങൾ നമ്മുടെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞും പഠിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അങ്ങനെ പറയാൻ കാരണം ഉമ്മ മനസ്സ് പൊട്ടിയിട്ടാണ് ആ മോനെ പെട്ടിക്കകത്താക്കി നൈനദിയിൽ ഒഴുക്കി വിട്ടത്. അതുകൊണ്ട് മൂസാ നബിയോട് മാത്രമാണ് 9 പ്രാവശ്യം ഇങ്ങനെ ഉമ്മ എടുത്തു പറഞ്ഞത്. കാരണം ബാക്കിയുള്ളവരെ പോലെയല്ല, കുറച്ച് കൂടുതൽ നീ നിന്റെ ഉമ്മയോടുള്ള ഒരു ഗൗരവ സ്വഭാവം, സ്നേഹത്തിന്റെ, അദബിന്റെ, ആ ബഹുമാനത്തിന്റെ ഗൗരവം കാത്തു സൂക്ഷിക്കണമെന്ന ഒരു മുന്നറിയിപ്പായിരുന്നു അതത്ര. അല്ലെങ്കിൽ തന്നെയും വാപ്പയേക്കാൾ എത്രയോ പദവിയാണ് മക്കൾ ഉമ്മാക്ക് കൊടുക്കേണ്ടത്. അത് കൊടുത്തിരിക്കണം. 9 പ്രാവശ്യം പറഞ്ഞിട്ട് അവസാനമാണ് 10ാമത്തെ പ്രാവശ്യമാണ് ഊസീക ബി അബീക, നിന്റെ വാപ്പയുടെ വിഷയത്തിലാണ് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോ എന്റെ വെച്ചോടത്ത് വന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഉപ്പയേക്കാൾ സ്ഥാനം കൊടുക്കണമെന്നത് ശരി തന്നെയാണ്. പക്ഷേ വാപ്പാടെ സ്ഥാനം കുറച്ച് കാണാൻ ഇസ്ലാം പറയുന്നില്ല. വാപ്പയെ ആദരിക്കരുതെന്ന് പറയുന്നില്ല. വാപ്പ പോയാ പോയില്ലേ, സർവ്വതും പോയില്ലേ, തകർന്നു പോയില്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, 6 വയസ്സുള്ളൊരു പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ വിരൽ തുമ്പ് പിടിച്ചിട്ട് കൊണ്ടുപോയതാണ് വാപ്പച്ചിയുടെ കബറിന്റെ അടുത്ത്. എന്നിട്ട് ആ മോൻ പറഞ്ഞത്, എന്നെ ആഫിലാക്കണമെന്ന് ആഗ്രഹിച്ച വാപ്പച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് ഡോക്ടറാകണ്ട, എനിക്ക് വക്കീലാകണ്ട, എഞ്ചിനീയറാകണ്ട, എനിക്ക് ആഫിലായിട്ട് എന്നെ സ്നേഹിച്ചു കുരുതീരാത്ത പ്രിയപ്പെട്ട വാപ്പ, ഞാൻ നല്ലതുപോലെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കാത്തിരുന്ന പ്രിയപ്പെട്ട വാപ്പ, ആ വാപ്പച്ചിയുടെ കബറിലേക്ക് ഞാൻ ആഫിലായിട്ട് ഖുർആൻ ഓതി കൊടുക്കുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരന്ന് പ്രിയപ്പെട്ട പൊന്നുമോന് 1000 ഉമ്മമാര് കൊടുത്താലും ഒരു പിതാവിന്റെ സ്നേഹത്തിന് പകരമാവില്ല എന്നത് പാവപ്പെട്ട നൗശാദ് വാക്ക് നിങ്ങളോട് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ മൻ ബർറ വാലിദൈഹി, ആരെങ്കിലും ഉമ്മാക്കുപ്പാക്കും വേണ്ടി ജീവിച്ചാൽ, ആരെങ്കിലും ഉമ്മാക്കുപ്പാക്കും വേണ്ടി സ്നേഹം കൊടുത്താൽ, ആരെങ്കിലും ഉമ്മാക്കുപ്പാക്കും ഗുണം ചെയ്തു കൊടുത്താൽ, കുന്തുലഹു വലിയും ഫിദ്ദുനിയാ, അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും നബിയേ എന്ന് മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്. കച്ചോടത്ത് വന്ന എന്റെ പ്രിയപ്പെട്ട തരുണീമണികളൊന്ന് ചിന്തിക്കുക. നിന്റെ ഭർത്താവിന് നരകം കൊടുക്കണോ മോളെ? നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, നീ എന്ന് പറഞ്ഞ ജീവന്റെ ജീവനായി മനസ്സിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, നിനക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമല്ലാതെ ഒരു നിമിഷം നിന്റെ പ്രിയപ്പെട്ടവൻ ജീവിച്ചിട്ടില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ, മക്കളെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് ആ പ്രിയപ്പെട്ട സഹോദരന്. ആ സഹോദരന്റെ ഉമ്മയുമായി പിണങ്ങിക്കഴിയുമ്പോ നീയൊന്ന് ഇടപെടണേ മോളെ. കച്ചോടത്ത് വന്ന ഒരു ഭർത്താക്കന്മാരും അവരുടെ ഉമ്മമാരോട് പിണങ്ങാ ഭാര്യമാരായ നിങ്ങൾ തീരുമാനിക്കുക, ഞാനൊരു കാരണമാകൂല ഉസ്താദേ. പടച്ചവന്റെ മലക്കുകൾ ഇറങ്ങുന്ന ഈ മദ്രസയുടെ, ഈ ഓഡിറ്റോറിയത്തിന്റെ, ഈ മനോഹരമായ നിക്ക് നടക്കുന്ന പള്ളിയുടെ തിരുമുമ്പിലിരുന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നു ഉസ്താദേ, ഞാൻ കാരണം എന്റെ ഭർത്താവിന്റെ ഉമ്മയോട് പിണങ്ങൂല്ല. ഉമ്മ എത്ര മൂലേവാകട്ടെ, എത്ര ഭദ്രകാളിയാകട്ടെ, നീ പറയുന്ന പോലെ നിന്നെ കടുപ്പ് ഞെരിച്ചു കൊല്ലാൻ വാശിയുള്ളവരാകട്ടെ, നിന്റെ ഭർത്താവിന് 9.5 മാസത്തോളം വയറ്റിനകത്ത് ചുമന്നുകൊണ്ട് നടന്നതാണ് നിന്റെ ഉമ്മയെന്ന് മക്കളെ പ്രസവിച്ച പെങ്ങളെ നീ മറക്കാൻ പാടില്ല മോളെ, ഒരിക്കലും നീ മറക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവിന് നരകം കിട്ടണമെന്ന് കൊതിക്കുന്നുണ്ടോ? അവൻ മരിച്ച് അവന്റെ മയ്യത്ത് കബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ തീക്കട്ടകൾ കൊണ്ട് നിന്റെ ഭർത്താവ് വെന്തുരുകണമെന്ന് കൊതിക്കുന്നുണ്ടോ? നരകത്തിന്റെ കവാടം തുറന്നിട്ടല്ലോ നിനക്ക് ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഭർത്താവ്, നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഭർത്താവ്, മോളെ കണ്ണേ കരളേ എന്ന് നിന്നെ ഓമനത്വത്തോടെ വിളിച്ച നിന്റെ പ്രിയപ്പെട്ടവർ ആ നരകത്തിന്റെ അകത്ത് കിടന്ന് വെന്തുരുകണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണങ്ങനെ ചെയ്യട്ടെ. അല്ലാത്ത സഹോദരിമാര് ഭർത്താക്കന്മാരെ കൊണ്ട് ഉമ്മയോട് പിണങ്ങാ ഇടവരുത്തല്ല മോളെ. ഇത് ദുനിയാവല്ലേ പൊന്നുമോളെ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയാത്ത, ആർക്ക് എപ്പോഴാണ് ക്യാൻസർ വരുന്നതെന്നറിയാത്ത, ആർക്കെപ്പോഴാണ് അറ്റാക്ക് വരുന്നതെന്നറിയാത്ത ഈ കാലഘട്ടത്തിൽ
അപകടത്തിൽ എന്തിനാണ് മത്സരിക്കുന്നത് പൊന്നുമോളെ? അതുകൊണ്ട് ഒരുങ്ങി നിന്നോ. നിന്റെ ഭർത്താവിനെ കൊണ്ട് ഉമ്മയോടുള്ള വാപ്പയോടുള്ള കുടുംബത്തിനോടുള്ള പിണക്കം അവസാനിപ്പിക്കാൻ നീ ഒരു നിമിത്തമാകട്ടെ, നീ ഒരു കാരണമാകട്ടെ. അള്ള പറയുന്നു കുന്തുലുഹു വലിയ ദുനിയാവിൽ അവന്റെ കാര്യം ഞാൻ നോക്കുന്നതാണ്. ഉവൈസുൽ കർണി ഉമ്മയെ നോക്കിയപ്പോൾ അള്ളാഹു കൊടുത്തല്ലോ വലിയ പദവി. ആരൊക്കെ ഉമ്മയെ സഹായിച്ചോ, ഉമ്മാക്ക് വേണ്ടി ജീവിച്ചോ, ആ ഉമ്മാക്ക് സംരക്ഷണം ഏറ്റെടുത്തോ, അവർക്കൊക്കെ അള്ളാഹുവാണ് അവരെ ഏറ്റെടുത്തരം നീ വാക്കിലൂടെ പഠിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു വഫിൽ ഖബരി മുഅ്നിസാ. ആർക്കു വേണ്ടിയും ഉമ്മായെ വെറുക്കാത്ത മക്കൾ, ആർക്കു വേണ്ടിയും വാപ്പയെ തള്ളിക്കളയാത്ത മക്കൾ. എന്റെ വാപ്പ ഇവിടെ, എന്റെ ഉമ്മ ഇവിടെ, വാരിയെല്ലുകൂടെ കൊണ്ട് മൂടപ്പെട്ട എന്റെ നെഞ്ചിനകത്താണ് എന്റെ മാതാപിതാക്കളെന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹു പറയുകയാണ് മൂസാ നബിയെ, അവന്റെ ഖബറിന്റെ അകത്തവനെ ഞാൻ സഹായിക്കും. അവൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഇരുട്ടറ, ആരുമില്ലാത്ത ഇരുട്ടറ, ആരോരും സഹായിക്കാനില്ലാതെ കരയുന്ന ഉമ്മാടെ കണ്ണീരുടച്ചിട്ടുമ്മ നിങ്ങൾക്ക് ഞാനുണ്ടുമ്മ എന്ന് പറയുന്ന പൊന്നുമോനെ ഞാൻ സഹായിക്കുമെന്നല്ല. പെങ്ങളെ, നിന്റെ ഉമ്മാക്ക് വേണ്ടി നിന്റെ ഉപ്പാക്ക് വേണ്ടി ജീവിച്ചാൽ നിന്നെ അല്ലാഹു ഖബറിന്റെ അകത്ത് സഹായിക്കും. റഹീമാ, പരലോകമുണ്ടല്ലോ, ഭയന്നു പോകുന്ന പരലോകം, പേടിച്ചു പോകുന്ന പരലോകം. സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് ചെമ്പ് പഴുത്ത തറയിൽ മനുഷ്യൻ വിയർത്തൊലിക്കുമ്പോ വഫിൽ ഹശിരി റഹീമാ, ആ പരലോകത്ത് ഞാൻ അവനോട് കാരുണ്യമുള്ളവനാകും. അല്ല പറയുന്ന കഴിഞ്ഞിട്ടില്ല വാല സിറാത്തിദലീ, നൂലുപോലെയുള്ള സിറാത്ത് പാലത്തിന്റെ താഴ്ഭാഗത്ത് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകം കണ്ടിട്ട് കാലുവഴുതി വീണുപോകുമോ എന്ന് ഭയപ്പെടുന്ന മനുഷ്യരെ, നിങ്ങൾ ഉമ്മയുടെ പൊരുത്തമുള്ളവരാണോ? നിങ്ങൾ വാപ്പാന്റെ പൊരുത്തമുള്ളവരാണോ? അള്ള പറയുന്നു അവരുടെ സ്വർഗത്തിന്റെ കവാടം അവർ സുരക്ഷിതമാക്കി വെച്ചവരാണെങ്കിൽ ആ സിറാത്ത് പാലത്തിൽ അവരെ ഞാൻ ഏറ്റെടുക്കുന്നതാണ്. സ്വർഗത്തിൽ ഞാൻ അവരോട് സംസാരിക്കുമെന്ന് അല്ലാഹു. ഇടയിൽ ആളില്ലാതെ നേരിട്ടവനോട് ഞാൻ സംസാരിക്കും. ഉമ്മയെയും വാപ്പയെയും സ്നേഹിക്കുന്നവരെ എനിക്കത്രയ്ക്കിഷ്ടമാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, എനിക്കൊരിക്കൽ അല്ലാഹു സ്വർഗം കാണിച്ചു തന്നു. മലക്കുകൾ എന്നെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് സ്വർഗം നബിയെ, ആബിദീങ്ങൾക്ക് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗമിതാ എന്ന് പറഞ്ഞിട്ടാ സ്വർഗം എനിക്ക് കാണിച്ചു തന്നപ്പോൾ ആ സ്വർഗത്തിന്റെ സുഖരസത്തിൽ ഞാൻ ഇരിക്കുമ്പോ സമയത്തു ഫിഹാ ഖിറാഅത, ഒരു ഖുർആൻ ഓതി ഞാൻ സ്വർഗത്തിന്റെ അകത്ത് കേട്ടു. സ്വർഗത്തിന്റെ അകത്തൊരു ഖുർആൻ ഓതി ഞാൻ കേട്ടു. ആരാണത് ഓതുന്നതെന്ന്? മൻഹാദാ, ഇതാരാണിങ്ങനെ മധുരമായ ശബ്ദത്തിൽ മനോഹരമായി മനസ്സിനെ മയക്കുന്ന സ്വർഗത്തിന്റെ സുഖരസങ്ങളെക്കാൾ മധുരമുള്ള ശൈലിയിൽ ഖുർആൻ ഓതുന്നത് ആരാണ് ചോദിച്ചപ്പോ മലക്കുകൾ പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അയാളാണ് സ്വർഗത്തിലെ ഏറ്റവും നല്ല കാര്യം, അയാളാണ് സ്വർഗത്തിലെ ഏറ്റവും നല്ല ഖുർആൻ ഓതി കൊടുക്കുന്നയാള്. നബിതങ്ങൾ പറഞ്ഞു, ഇയാൾക്ക് സ്വർഗത്തിൽ ഇത്ര പദവി കിട്ടാൻ കാരണമെന്തേ? വകാന അബറന്നാസി ബി ഉമ്മിഹി, ജനങ്ങളിൽ ഉമ്മയോട് ഏറ്റവും അധികം സ്നേഹം കാണിച്ചത്, ഏറ്റവും അധികം അടുപ്പം കാണിച്ചത് ഹാരിസത്ത് ബിൻ നുഅ്മാനാണെന്ന് മലക്കുകൾ പറയുകയാണ്. എത്ര അത്ഭുതമാണ് സഹോദരൻ, എത്ര അത്ഭുതമാണ്. കടയ്ക്കൽ ഞാനും എന്നോടൊപ്പമുള്ള കുറെ സഹോദരങ്ങളും എന്റെ ഉസ്താദൊക്കെ നിർദ്ദേശം തരുന്ന സ്നേഹസാഗരമെന്ന ആതുരാലയത്തിൽ ഒരു മകൻ അവിടെ വന്ന് ഉമ്മയെ കൊണ്ടുവന്നിട്ട് സബീർ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് കഴിയില്ല, ഇവർ ഭയങ്കര നിർബന്ധമാണ്, സഹിക്കുന്നില്ല, അവസാനം ഗതി കിട്ടി ഞാനിവിടെ കൊണ്ടുവന്നതാ. ഒന്നും മകനോട് ചൂടാവാനും ദേഷ്യപ്പെടാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഉമ്മയുടെ അവസ്ഥ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട മകനോട് എന്തു പറയാൻ പറ്റും? ഞങ്ങൾ എടുക്കൂല എന്ന് പറയുമ്പോൾ ഉമ്മ കേൾക്കൂലേ? മകനെ മാറ്റി നിർത്തി കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അയാൾ ഗൾഫിലേക്ക് പോവാണ് നാളെ രാവിലെ.
ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഉമ്മയെ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുവന്നാക്കണ്ടേ? പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹത്തിന്റെ ഉമ്മയെ വീട്ടിനകത്ത് കയറ്റില്ല. നിങ്ങളുടെ ഉമ്മയെ കൊണ്ടുവന്ന ഞാനും മക്കളും ഉടൻ ഇറങ്ങിക്കോളാം എന്നാണ് ഭാര്യ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കാൻ കുറെ കോന്തന്മാര് അല്ലേ? തന്റെ ഇടത്തുകൂടി പറയാൻ കഴിയുന്നില്ലല്ലോ. എങ്ങനെ കഴിയും? കല്യാണം കഴിയുന്നത് വരെ വലിയ ആണത്തമുള്ളവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നടക്കും. കഴിഞ്ഞാ പിന്നെ മുള്ളണമെങ്കിൽ അവള് പറയണം, വരച്ച വരയിൽ നിർത്തി അല്ലേ? ഭാര്യയോട് കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടെന്ന് ആരും പറയൂല. എല്ലാ കാര്യങ്ങളും ഭാര്യയോട് ആലോചിക്കണം. കൊടുക്കേണ്ട പരിഗണന അവർക്ക് കൊടുത്തിരിക്കണം. പക്ഷേ നിന്റെ ഉമ്മ ആരാണ് എന്ന ബോധം മരിക്കുന്നത് വരെ നിനക്കുണ്ടാവണം. അത്രേ ഉള്ളൂ. ഭാര്യയ്ക്ക് എത്ര സ്ഥാനം വേണോ നിനക്ക് കൊടുക്കാം. നിനക്ക് ഭാര്യയാണ്. എനിക്കും എന്റെ ഉസ്താദിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭാര്യ തന്നെയാണ് വലുത്. ഭാര്യ ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ല. ഭാര്യ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനമില്ല. ഭാര്യ മരിച്ചു പോകുന്ന രംഗം ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലേ? ചിന്തിക്കാൻ പോലും പറ്റൂല. പക്ഷേ നമ്മുടെ ഉമ്മ ആര് എന്നുള്ളൊരു ബോധം എന്ന് മനസ്സിലുണ്ടായിരുന്ന മാത്രം മതി. അതുമാത്രം മതി. ഭാര്യ ഒരിക്കലും വിലകുറച്ച് ഇസ്ലാം പറയുന്നില്ല. ഉമ്മ ആരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ഭാര്യ സാരി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മാക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണ്ടേ? ചോദിക്കൂ. ഒരു പെണ്ണങ്ങനെ ചോദിച്ചാൽ ആ പെണ്ണിനേക്കാൾ വിലയുള്ള ഒരു പെണ്ണ് ദുനിയാവിന്റെ മണ്ണിൽ വേറെയില്ല. ഇത് ഭാര്യയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ വേറൊരു കവർ വണ്ടിക്കകത്ത് വെച്ചിരിക്കും, ഭാര്യ കാണാതെ ഉമ്മാക്ക് കൊടുക്കാനുള്ളത്. ഭാര്യ അറിഞ്ഞാൽ ചവിട്ടുന്ന ആവശ്യം. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ വണ്ടിക്കകത്ത് വെച്ചിരിക്കും. മറ്റേ കവർ എന്താ? അത് വേറെ, എന്നാലും അത് വേറെ ഉമ്മാക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. പറയൂല. ഭാര്യ ചോദിക്കണം, ഉമ്മച്ചിക്ക് വാങ്ങിയില്ലേ? അള്ളാഹു അങ്ങനെ കാണാൻ നിങ്ങൾ ചോദിച്ചു ഇതൊക്കെ അറ്റാക്കൊന്ന് അപ്പോഴേ മരിക്കുക. അള്ളാഹ് എന്റെ ഉമ്മാക സാലമക്കണ് പഠിച്ചോനെ വാദ കൂടിയെന്ന് തോന്നേ. ജീവിതത്തിൽ അവളിങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങൾ ഉമ്മച്ചിക്ക് വാങ്ങിച്ചില്ലെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു കൊടുത്ത ഭർത്താവിന്റെ അപ്പോഴേ തീരും. എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയൂല. പക്ഷേ കുറച്ച് കുടുംബ പ്രശ്നങ്ങളുണ്ട് തച്ചോണത്തൊക്കെ. എല്ലാവരും എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നല്ല സോലിഹത്തായ പെൺകുട്ടികളുണ്ടാവും. ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ ഒരു കുറവുമില്ലാതെ സ്നേഹിക്കുന്ന നോക്കുന്നവരുണ്ടാകും. തിരിച്ചാ ഉമ്മമാര് ചിലപ്പോ ഒരു വില പോലും ഈ പെണ്ണിന് കൊടുക്കുന്നില്ലായിരിക്കും. ചില ഭാര്യ വരുമ്പോ അതും കൂടെ പറയും, മുസ്ലിയാരെ അതും കൂടെ പറയാം, നിങ്ങളുടെ ഭംഗിയാവട്ടെ എന്ന് പറയും. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റും. നിങ്ങൾക്ക് സമാനമായിട്ട് വീട്ടിൽ പോയി കിടക്കണ്ടേ? അല്ലെങ്കിൽ ഉമ്മമാരെടുത്തിട്ട് ചവിട്ടും. കേട്ടാടി മൊയിലാരി പറഞ്ഞെന്ന് ചോദിക്കും. ചില ഉമ്മമാരുണ്ട്, റബ്ബേ, ഒഴുകിപ്പോകുന്ന തോട്ടിൽ മുകളിൽ അവരിൽ നിന്ന് കുളിച്ചാൽ താഴെ നിന്ന് വെള്ളം കുടിക്കുന്ന പശു വരെ ചത്തു. അത്രയ്ക്ക് വിഷമാണ്. മക്കളെ മൊത്തം വല്ലാത്തൊരു കോലത്തിൽ കാണിച്ചിട്ട് ഇങ്ങനെ റാണിയെ പോലെ ജീവിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അള്ളാഹു അവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ദുആ പോലും ചിലപ്പോൾ അല്ലാഹു സ്വീകരിക്കില്ല. അത്രയും കഷ്ടമാണ്. ഒരു പരിധി വരെ ഉമ്മമാരെ, പ്രായമായില്ലേ, നമ്മൾ ആരെയാണ് തോൽപ്പിക്കുന്നത്? നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? നമ്മുടെ മക്കളോടോ? നിങ്ങളുടെ മോൻ നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ ആർക്കാണ് സങ്കടം? നിങ്ങളല്ലേ അവരെ പരിധിയിൽ നിർത്തേണ്ടത്. നിങ്ങളാണ്. ഒരു സങ്കടവും മക്കളോട് പറയാതെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന എത്രയോ സോലിഹത്തായ ഉമ്മമാരുണ്ട്. നമ്മൾ അവരെ പോലെ ആയിക്കൂടെ? ഈ പ്രായം ചെന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ സന്തോഷം കല്ലെറിഞ്ഞു പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? കുറ്റം പറഞ്ഞും മരുമോളെ മോശം പറഞ്ഞും വസാദ് പറഞ്ഞൊക്കെ ജീവിച്ചിട്ട് എന്തിനാ? ആണും പെണ്ണും ആരാകട്ടെ, അമ്മായിയാകട്ടെ മരുമോളാകട്ടെ, നമുക്കതുകൊണ്ടൊരു ലാഭവും കിട്ടാനില്ല. പ്രിയപ്പെട്ടവർ, പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ തീരും. അത്രയുള്ള ജീവിതം. അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് ഇല്ല. അള്ളാഹു ഏത് സമയം വരെയാണ് ജീവിതം തന്നിരിക്കുന്നതെന്ന് പോലും പറയാൻ കഴിയില്ല. ആവശ്യമില്ലാത്ത കുറെ ചാനൽ പ്രോഗ്രാമുകൾ കണ്ട് ഈ ഭർത്താവിന്റെ ഉമ്മയെ, അതുപോലെ സഹോദരിയെ, അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു രാക്ഷസന്റെ കുടുംബം പോലെയാണ് ചില സഹോദരിമാർ നോക്കിക്കാണാൻ. അതിനൊരു പരിധിവരെ പര്യവസാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിക്കും നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സോലിഹാറ മനുഷ്യൻ, എല്ലാ ദിവസവും യതഖബ്ബലു കുല്ല യൗമിൻ ഖദമ ഉമ്മിഹി, തന്റെ ഉമ്മ കിടന്നുറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരൻ റൂമിന്റെ അകത്തേക്ക് കടന്നു ചെല്ലും. യതഖബ്ബലു കുല്ല യൗമിൻ ഖദമ ഉമ്മിഹി, ഉമ്മയുടെ കാൽപാദത്തിൽ ഇങ്ങനെ മുത്തം കൊടുത്തിട്ട് കരയും. എന്നിട്ട് ആ സഹോദരൻ പറയും, അൽ ജന്നത്തു തഹത ഖുദാമിൽ ഉമ്മഹാ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞ മുത്തുനബിയുടെ ഹദീസ് മനസ്സിന്റെ അകത്ത് ഇങ്ങനെ താലോലിച്ചു കൊണ്ട് നിൽക്കുന്ന സഹോദരൻ അവസാനം ഒരു ദിവസം ആ ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം വല്ലാതെ പൊട്ടിക്കരഞ്ഞു.
നിസ്കരിക്കാമെന്നപ്പോ ജനങ്ങൾ പറഞ്ഞു, എന്തേ ഇപ്പോഴും നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും ഞാൻ സ്വർഗത്തിന്റെ തോട്ടത്തിൽ വിളയാടുമായിരുന്നല്ലോ, എല്ലാ ദിവസവും ഞാൻ സ്വർഗത്തിന്റെ തോട്ടത്തിൽ പോകുമായിരുന്നു. പക്ഷേ ഇന്നെന്റെ ഉമ്മ മരിച്ചുപോയി, എന്റെ സ്വർഗത്തിന്റെ തോട്ടം പോയി, എന്റെ സ്വർഗത്തിന്റെ കവാടം പോയി, എന്റെ സ്വർഗത്തിന്റെ കവാടം പോയി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹ് ഉമ്മയെ കൊണ്ടുവന്ന് ആതുരാലയത്തിലാക്കിയിട്ട് മകൻ പോവുകയാണ്. സാറേ പോവാണെന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്ന മകനെ ദറസിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോകുമ്പോ മുത്തഅല്ലിമീങ്ങൾ വാപ്പച്ചിയെ നോക്കുന്ന പോലെ അല്ലാഹുവേ കണ്ണുകൊണ്ട് കണ്ടതാണ്, ചങ്ക് പൊട്ടിപ്പോവും. ആതുരാലയത്തിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് വന്നിട്ട് അതിന്റെ അകത്തിരുന്ന് പുറത്തേക്ക് മകൻ പോകുന്നത് നോക്കിയിട്ട് തലയിൽ കിടക്കുന്ന തട്ടം കൊണ്ട് കണ്ണീര് തുടച്ചിട്ട് നെടുവീർപ്പിട്ട് ദീർഘദൂരം ഇങ്ങനെ നോക്കി നിന്ന് കരയുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ മകനെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നം കണ്ടവരാണ്, പക്ഷേ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമ്മയെ ഒരുപാട് സ്നേഹിച്ചയാളാ, ഉമ്മാക്ക് വേണ്ടി ജീവിച്ചയാളാ, ഉമ്മാക്ക് വേണ്ടി ത്യാഗം ചെയ്ത മഹാമനുഷ്യ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ബഹുമാനപ്പെട്ട ചില സഹോദരങ്ങൾ ചോദിച്ചു, ഇന്നകമിൻ അബരിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്കും മറ്റും ഗുണം ചെയ്യുന്നയാൾ നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഞങ്ങളെല്ലാവരും ഉമ്മയുടെ കൂടെ പാത്രത്തിൽ, ഉമ്മയുടെ കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? നിങ്ങളത് കഴിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മയോടൊപ്പം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയ നോക്കട്ടെ. ആരുമില്ലല്ലോ. 1 2 ഇരട്ടതാകുമ്പോ പൊക്കി ആരും കാണത്തില്ല. അൽഹംദുലില്ലാ. അള്ളാഹു തആല ബറക്കത്ത് തരട്ടെ. അള്ളാഹു ഉമ്മ ആ വാക്കിനോടുള്ള ആദരവ് കൊണ്ട് അള്ളാഹു ഇവർക്ക് സ്വർഗം തരട്ടെ. ഉമ്മാക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന പോട്ടെ, ഉമ്മ കഴിച്ച അതേ പാത്രത്തിൽ ഉമ്മയോടൊപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്ന മകൻ. ലോകത്ത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മോനെ കിട്ടുമോ? നമുക്ക് മോനെ കിട്ടുമോ? ഫൈസൽ കഴിച്ചിട്ടുണ്ടോ? അമ്മച്ചിയുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഫൈസൽ അൽഹംദുലില്ലാ നമ്മുടെ എപ്പോഴും കിടക്കി വരുന്ന വൈനാണ്. ഉസ്താദിനൊക്കെ പരിചയം ഉണ്ടാവും. എന്റെ കണ്ണ് ചെറിയ പ്രശ്നമാണ്, സിസേറിയന്റെ സമയത്ത് സംഭവിച്ചു പോയതാ. പക്ഷെ എങ്കിലും അൽഹംദുലില്ലാ ആ പൊന്നുമോൻ ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ഉസ്താദുമാർ ഒരുപാട് സ്നേഹിക്കുന്ന ആളാ. കിഴുന്നിലത്തെ വാത് മറന്നു പോകണ്ട. 20-ാം തീയതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 23 സംഘാടകർ വന്നപ്പോ 20 എന്ന് പറഞ്ഞു. 23-ാം തീയതി ഇൻഷാ അല്ലാഹ്. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നവരാ, പക്ഷേ നിങ്ങൾ ഉമ്മാക്ക് നല്ല ഗുണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന വ്യാപകമായൊരു പരാതിയുണ്ട്. എന്റെ കാരണം എന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഖാഫു അൻ തസ്ബഖ യദയ്യ ബിയദി യദഹാ ഇലാ മാ തസ്ബിഖു ഇലൈഹി ഐനാ. ഞാൻ കഴിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഉമ്മയും ഞാനും ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു പ്രാവശ്യം ഉമ്മ ഇങ്ങനെ വായിൽ വെക്കും, പിന്നെ ഞാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ ഭക്ഷണം ഇങ്ങനെ കൈകൊണ്ട് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പോകുമ്പോ എന്റെ ഉമ്മ എടുക്കാൻ നോക്കിയ ഭക്ഷണമാണ് ഞാൻ എടുക്കുന്നത് എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കഴിക്കാത്തത്. എന്റെ ഉമ്മ രണ്ടാമത് എടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എന്റെ ഉമ്മാക്കത് സങ്കടമാവുമല്ലോ. ഉമ്മ എടുത്ത് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഭക്ഷണം ഞാൻ പെട്ടെന്നെടുത്താൽ ഉമ്മാക്ക് സങ്കടമാകുമല്ലോ, അതിന്റെ സ്വർഗത്തിന് തടസ്സമാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കഴിക്കാത്തതെന്ന് പറഞ്ഞെങ്കിൽ, അല്ലാഹുവേ, ഭക്ഷണം ഇട്ടുകൊണ്ടുവന്ന ഉമ്മയുടെ മുഖത്തേക്ക് പാത്രം വലിച്ചെറിയുന്ന മക്കളെ, ഭക്ഷണം തന്ന ഉമ്മായെ അടുക്കളയിൽ വെച്ച് ബൂട്ടിട്ട് ചവിട്ടിക്കൊന്ന വാനപ്പള്ളിയിൽ അബ്ദുൽ ഹക്കീമേ, പ്രിയപ്പെട്ട ഉമ്മമാരോടുള്ള മഹത്വത്തിന്റെ, ഉപ്പമാരോടുള്ള സ്നേഹത്തിന്റെ കഥകൾ ഇങ്ങനെ ചരിത്രങ്ങളും ഹദീസുകളും പറയുമ്പോ അല്ലാഹുവേ, പടച്ചവനെ, ഇന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യമാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ്.
വാപ്പമാര് വയസ്സുകാലത്ത് ജോലിക്ക് പോകുന്നത് മോന് നാണക്കേടാണ്. മോൻ പറയുന്നു, ഉമ്മ നിങ്ങളങ്ങനെ പോയാ, വാപ്പ നിങ്ങളങ്ങനെ പോയാൽ എനിക്ക് നാണക്കേടാണ്. ഞാൻ വലിയ തണ്ടും തടിയും തന്റെ ഇടവുമുള്ള മകനല്ലേ, അതുകൊണ്ട് ചിലവിന് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ കാശയക്കുന്നത് ഭാര്യയുടെ പേരിലാണ്. വാപ്പ എല്ലാ മാസവും പോയി മരുമോളോട് ചോദിക്കുന്നു, മോളെ അവൻ പൈസ അയച്ചോ? നിരന്തരം ചോദിക്കുമ്പോ മരുമോൾ അവിടുത്തെ റാണിയാവുകയാണ്. അവൾ കാണുന്ന സിനിമയും അവൾ കാണുന്ന സീരിയലും ഒക്കെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പയെ വേലക്കാരന്റെ സ്ഥാനം പോലും കൊടുക്കാതെ പുറം കാലുകൊണ്ട് തള്ളിക്കളയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. എന്റെ വാപ്പ മരിക്കുന്നതുവരെ തലകുനിക്കുന്നവനാകരുത്. എന്റെ ഉമ്മ മരിക്കുന്നതുവരെ എന്റെ പേര് പറഞ്ഞ് സങ്കടപ്പെടുന്ന, ആവലാതി പറയുന്ന, പട്ടിണി കിടക്കുന്ന, പരിവട്ടത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടാകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ തീരുമാനിക്കുക. അതുകൊണ്ട് അവർക്ക് ആവശ്യം പണമല്ല, മാതാപിതാക്കളെന്ന സ്വർഗത്തിന്റെ കവാടം ആഗ്രഹിക്കുന്നത് പരിഗണനയാണ്. പണമല്ല അവരാഗ്രഹിക്കുന്നത്, പിന്നെയോ പരിഗണനയാണ്. മോൻ എന്നെ പരിഗണിച്ചല്ലോ. വാപ്പ വരുമ്പോ മോൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്ന് മോൻ വരുമ്പോ വാപ്പ ചാടി എഴുന്നേറ്റ് ഓടാണ്. അമ്മ പറയുന്നത്, മോൻ പറഞ്ഞു ടി വി കോഫി മോൻ വരികയാണ്. പേടിയാണ് ഉമ്മക്ക്. വാപ്പ വരുമ്പോ മക്കൾ എഴുന്നേറ്റിരുന്നു. പണ്ട് ഉമ്മ വരുമ്പോ മക്കൾ എഴുന്നേറ്റിരുന്നു. ഉമ്മയെ കാണുമ്പോൾ ബഹുമാനത്തോടെ ആദരവോടെ സംസാരിച്ചിരുന്നു. ഉമ്മയുടെ മുന്നിൽ ശബ്ദമിടാറില്ലായിരുന്നു. വലാത്തക്കുല്ലഹുമ ഉഫിൻ, ഛേ എന്ന വാക്ക് പറയത്. ഇന്ന് ചേയും ചോയും കൂയും ഒക്കെ പറയും. ഉമ്മയോടും പറയും, വാപ്പയോടും പറയും. അന്നും ആണൊരു പ്രശ്നമല്ല. കാരണം യവന്റെ ചിലവിലാണ് അവർ കഴിയുന്നത്. എത്ര ഹദീസുകൾ പറയാനുണ്ട്, പഠിച്ചു, എത്ര ചരിത്രങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അവർക്ക് പരിഗണനയാണ് ആവശ്യം. തച്ചോണത്ത് നിങ്ങളൊരു വസ്തു നോക്കി ഭാര്യ പറഞ്ഞു, വീട് വാങ്ങിക്കണാക്കാം, വീട് വാങ്ങിക്കണാക്കാം പറഞ്ഞു 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 പറഞ്ഞ് അവന് സൗകര്യമില്ല. അവൻ വന്ന് നേരെ അൻഷാദും നിഹാജി ഉണ്ട് അവിടെ. മന്ത്രവാദമൊക്കെ അറിയാമോ? കുറ്റിയടിക്കാനും തറക്കല്ലിടാനൊക്കെ അറിയാമെങ്കിൽ ആള് വരും. അങ്ങനെ വന്നിട്ട് റാഫിയുലേക്ക് കുറെയൊക്കെ അറിയാം. അവിടെ നിന്ന് കുറെ കുറ്റിയടിച്ചിട്ടാ പോയത്. ഇപ്പൊ സിയാറത്തും കൂടെ. അപ്പോ ഒന്ന് ചോദിക്കും, ഉസ്താദേ ഇങ്ങനെ ഭാര്യ ഇങ്ങനെ കുറെ ആളുകൊണ്ടിങ്ങനെ പറയാണ്, ഒരു ആഗ്രഹം, ഒരു വസ്തു. അങ്ങനെ കച്ചവടത്തൊരു 5 സെന്റ് വസ്തു, കുറഞ്ഞ ആളാവട്ടെ പാവപ്പെട്ടവനാവട്ടെ, 5 സെന്റ് വസ്തു നോക്കി. ആ വിവരം ആദ്യമായി നീ പോയി പറയേണ്ടത് നിന്റെ ഭാര്യയോട് തന്നെയാണ്. അവർക്ക് സന്തോഷമാവട്ടെ. അവിടെ നിന്ന് നീ നേരെ പോകേണ്ടത് എവിടെയാ? ഉമ്മയുടെ അടുത്ത് പോകണം. എന്ത് പ്രശ്നമാവട്ടെ, ഉമ്മ വസ്തു നോക്കി, ഉമ്മ വീട് വെക്കണം, ഉമ്മ ദ്വാരക്കണം. ഉമ്മ ചിലപ്പോ ഒന്നും തരാനെന്നുണ്ടാവൂല, പക്ഷേ ആ മനസ്സിലുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾ പറയും, നമ്മുടെ ഉമ്മ അങ്ങനല്ലോ സാർ, ഭയങ്കര പ്രശ്നമാണ്, പറഞ്ഞാൽ അപ്പോൾ തന്നെ പാര വെച്ച ആ വസ്തു വേറെ കച്ചവടം നടത്തുന്നൊക്കെ പറയും. എന്തോ ആവട്ടെ, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക. ഉമ്മ ചെയ്യണതിന് ഉമ്മ കള്ള കൊടുത്തോളൂ. നമ്മുടെ ഉമ്മയല്ലേ, അതിന് നിങ്ങൾ എത്ര പകരം വെച്ചിട്ട് കാര്യമില്ല. പറയുന്നുണ്ട് പിന്നീട് അത് ഞാൻ. അപ്പൊ ഉമ്മയോട് വാപ്പയോട് പോയിട്ട് പറയാം. കല്ലിടാൻ വേണ്ടി നമ്മൾ നാടായ നാട് മൊത്തവും പറഞ്ഞു, മുസ്ലിയാക്കന്മാരെ, പള്ളിയിലുള്ള മുസ്ലിയാക്കന്മാരെ മൊത്തം വിളിക്കും. അവരെ മൊത്തവും കൊണ്ടുവന്ന് കല്ലിടാൻ വേണ്ടി ദുആയും ദിക്റും ഒക്കെ നടത്തി. പക്ഷെ വാപ്പയോട് പറഞ്ഞില്ല. പിന്നെ ആര് ദുആ ചെയ്തിട്ടെന്ന് വാപ്പയോട് പറ, വാപ്പ എന്ന് വരാം. അപ്പോ ഉസ്താദ് പറഞ്ഞ വാപ്പ പോലെ അത് ഉസ്താദന്മാർ അങ്ങനെ ചോദിക്കണം. ഉസ്താദ് ചോദിച്ചാൽ ഇനിയിപ്പോ ഉസ്താദിനെ വിളിക്കൂല എന്ന് പറഞ്ഞാൽ കൈമുടം കിട്ടൂല പറഞ്ഞിട്ട് പറയാ, ഉള്ളൊരു മതി, വാ കല്ലൊക്കെ എടുത്ത് 8 മണിയാകുമ്പോൾ പറഞ്ഞാൽ 9 മണിക്ക് വേറെ കുറ്റിയടി ഉണ്ടെന്ന് പറയും. ഉസ്താദ്മാരെ കുറ്റപ്പെടുത്തിയതല്ല, അവർക്ക് ഇടപെടാൻ പറ്റൂല ഈ കാലഘട്ടത്തിൽ. കാരണം ഈ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡെപ്യൂട്ടി കോൺസലർ മക്കളായിരിക്കും. ഉസ്താദ് ചോദിച്ചാൽ അതോടുകൂടി അടുത്ത പുതിയത്തെ ചർച്ചയായി, പിറ്റേ വെള്ളിയാഴ്ച ഹത്തം പോകുകയാണ്. അതുകൊണ്ട് പിന്നെ കല്ല് വേണോ കുറ്റിയിടണോ എന്ത് വേണോ ഞാൻ വരാം, എനിക്ക് ആര് വന്നിട്ട് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. മുമ്പ് വള്ളി എത്തിച്ചാൽ അജി ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകൻ ചിന്തിക്കണം, എന്റെ വാപ്പയെ ഒരു പരിഗണന കൊടുത്തൂടെ, ഒരു പരിഗണന. അപ്പൊ വരണ്ട, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഇത്രയും ദൂരത്ത് നിങ്ങൾ യാത്ര ചെയ്ത് വരണമെന്നില്ല, നിങ്ങൾ ദുആ ചെയ്താൽ മതി. ഒരു 500 രൂപ ഇരിക്കട്ടെ, ഒരു സന്തോഷത്തിൽ, ഒരു പൊരുത്തത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് സന്തോഷമാവുക മനസ്സില്. എല്ലാ കാര്യങ്ങളും ആഹത്തോടെ നടക്കൂലേ, എത്ര മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. ആ ഉമ്മയും വാപ്പയും ഒരു പരിധിവരെ അവർ പ്രാർത്ഥിക്കുമ്പോ തന്നെ നിന്റെ സർവ്വ ഇടങ്ങേറുകളും മാറും. അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു ജോലിയും വിജയിക്കുന്നില്ല, ഞാൻ ഇറങ്ങിയ ഒരു എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുകയാണ് എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്നവരെ
പ്രതിസന്ധി ഘട്ടത്തിൽ ലക്ഷ്യം കാണാതെ അലഞ്ഞു തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിനക്ക് വന്നതെങ്കിൽ നിന്റെ ഉമ്മയും ഉപ്പയുമാണ് നിന്റെ മാതൃക. നിന്റെ ഉമ്മയും ഉപ്പയുമാണ് നീ ചിന്തിക്കേണ്ടത്, നീ ശ്രദ്ധിക്കേണ്ടത്. അവരെ പരിഗണിക്കലാണ്. അത് മറക്കണ്ട മുഅ്മിനേ, അത് മറക്കണ്ട മുസ്ലിമേ. അല്ലാഹുവേ, തച്ചോണത്ത് വന്നിട്ട് മനോഹരമായ ദിക്ർ കേൾക്കാ, വാർഷികത്തിന് വന്നിട്ട് ഞാനും നിങ്ങളും ഇന്ന് ചിന്തിക്കുക. ഈ സരസിൽ നിന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകരിന്ന് കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് ഞങ്ങൾ ഇടുന്നത് ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി അവരുടെ പൊരുത്തത്തിന് വേണ്ടിയുള്ള സ്വതക്കയാണ്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ മനോഹരമായ മാലാകമാര് പേമാര് പോലെ പെയ്തിറങ്ങുന്ന രാവിന്റെ പരിശുദ്ധിയുടെ സ്വതക്ക കൊണ്ട് അല്ലാഹു വേറൊക്കെ അവസാനിക്കട്ടെ. ഉമ്മയോടുള്ള അകൽച്ച കുറയട്ടെ, വാപ്പയോടുള്ള അകലം കുറയട്ടെ. അവരോടടുത്തെടുത്ത് പടച്ചവനോട് ഏറ്റവും അടുക്കുന്ന അമലാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ആ അമലിന്റെ മധുരം നുകരുന്ന മക്കളാകാ ഈ സ്വതക്ക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരിക, ആദ്യം ഇവിടെ കൊണ്ടുവരണം. ഇതിന്റെ മനോഹരമായി പ്രോഗ്രാമിന്റെ ആവശ്യത്തിൽ ചെയ്തു കൊടുക്ക്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ആരാണ് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ? എനിക്ക് സ്വർഗം നീ തരുമെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ ആരാണ് എന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു, സ്വർഗത്തിലെ നിന്റെ കൂട്ടുകാരൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, അയാളെ നീ ഒന്ന് പോയി കണ്ടോ, ഞാൻ പറഞ്ഞു തരാം. ആ ചരിത്രമാണ് പറയാൻ പോകുന്നത്. 3 സലാത്തിൽ ആ ബക്കറ്റ് കൊണ്ടുവരുന്നു. എല്ലാ സഹോദരിമാർ, എല്ലാ സഹോദരങ്ങളും കയ്യിലുള്ളതിൽ മാന്യമായ ഒരു സ്വതക്ക അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചതമ്പുരാൻ സ്വീകരിക്കട്ടെ. 3 ബക്കറ്റ് റഹീമത്തേക്ക് കൊണ്ടുപോകണേ. ഉണ്ടോ? ബാക്കിയുള്ളവരുടെ എവിടെ? എല്ലാവരും പോയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, എത്ര പ്രാവശ്യം ഞാൻ വന്നു പ്രസംഗിച്ച സ്ഥലമാണ് പവിത്രമായ തച്ചോണത്തിന്റെ മഹല്ല്. അല്ലാഹുവേ, അത്ഭുതകരമായി നല്ല നല്ല ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്ന മഹല്ലാണ് പടച്ചവനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. 100, 200, 500, 1000 ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നവർ ഒരുപാട് പണത്തിന്റെ പവർ കാണിക്കാൻ വന്നവരല്ല തമ്പുരാനെ. ഈ സ്വതക്ക കൊണ്ട് അല്ലാഹുവേ, ഇവിടെ നടക്കുന്ന ദിക്ർ ഹൽക്ക വാർഷികത്തിന്റെ മനോഹാരിത ഉണ്ടാവണമെന്ന ആർത്തിയും ആഗ്രഹവുമാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം തമ്പുരാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. റഹീമത ഫ്രണ്ടിലൊക്കെ തീർത്തു പോകും. ഇവിടെ ഫ്രണ്ടിലോട്ട്, ഏറ്റവും ഫ്രണ്ടിൽ ഒന്നോട് തുടങ്ങും. ഇവിടെ മുതൽ അല്ലാഹുവേ, പടച്ചവനെ, വാഹനം ഓടിക്കുന്നവരുണ്ട്, മേസ്തിരി പണിക്കാരുണ്ട്, മത്സ്യക്കച്ചവടക്കാരുണ്ട്. തമ്പുരാനെ, ഓരോരുത്തരും ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുമ്പോൾ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടിയാണ്, വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അർഹമായ പ്രതിഫലം നീ 2 ലോകത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ പൊരുത്തം പടച്ചവനെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. സല്ലി അല നബി മുഹമ്മദ്. എവിടെ പറഞ്ഞത്? പൈസ ഓർമ്മയുണ്ട്? പറഞ്ഞ എവിടെയാണ്? ബക്കറ്റ് എടുക്കുമ്പോൾ മറന്നു പോകാൻ പാടില്ല. അവിടെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയാൻ പോകും. എന്നാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ വേണ്ടി. മുത്താലിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന കാലമാണ് മുത്താലിങ്ങൾ. പറയാൻ പറ്റും. ഞാൻ ഇനി അടുത്ത ബക്കറ്റ് കളിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ നേരത്തെ എവിടെ നിന്ന് അറിയാറില്ല. മൂസാനബി എന്തായാലും കുറെ ഉസ്താദന്മാരെല്ലാം മൂസാനബി ഈസാനബിയെ കുറിച്ച് പറയാനുണ്ട്. എവിടെയെങ്കിലും ഒരു മൂസാനബി ആണോ? ശരിയാണ്, മൂസാനബി അലൈഹി ഇസ്ലാമിന്റെ സ്വർഗത്തിലെ കൂട്ടുകാർ. താത്തമാരൊക്കെ കൃത്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞില്ല. എല്ലാ ജയ്ഹിന്ദിന്റെ ദുആ എഴുതി വെച്ച് അലമാരെ കൊണ്ടെങ്കിൽ വെച്ചിരിക്കും. ദുആ ചെയ്യത്തില്ല, ഡയറിയൊക്കെ നിറഞ്ഞു എന്ന് പറയാം. അങ്ങനെ പഠിച്ചിട്ടില്ല, ചെയ്യണം. ദുആ എഴുതിയെടുത്താ പോരെ, ചെയ്യണം. ചരിത്രം പഠിച്ചാ പോരെ, മനസ്സിന്റെ അകത്ത് എപ്പോഴും അത് ഓർത്തെടുക്കണം. എന്നിട്ട് അവര് ജീവിച്ച ജീവിത ചരിത്രത്തിന്റെ പാഠം നമ്മുടെ കൽബിലുണ്ടാവണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരണം. അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ബലദികദാ. അള്ളാഹു ഒരു പ്രത്യേക സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മൂസാ, ആ സ്ഥലത്തേക്ക് നീയൊന്ന് പോകണം മൂസാ. തജ്ദു റജുല, അവിടെ ഒരു യുവാവിനെ നിനക്ക് കാണാം, ഒരു ചെറുപ്പക്കാരനെ കാണാം. വഹുവ റഫീഖുക ഫിൽ ജന്ന,
അവനാണ് നിന്റെ സ്വർഗത്തിലെ കൂട്ടാളി എന്ന് പടച്ചതമ്പുരാൻ. അവനാണ് സ്വർഗത്തിലെ നിന്റെ കൂട്ടുകാരൻ. അതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൂസ, ഞാൻ പറന്നു വരുന്ന സ്ഥലത്തേക്ക് നീ ഒന്ന് പോകണം മൂസ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് സന്തോഷമായി. അള്ളാഹു പറഞ്ഞ അതേ സ്ഥലത്ത് ചെന്ന് അള്ളാഹു പറഞ്ഞ അതേ ചെറുപ്പക്കാരന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെട്ടു. ആ സഹോദരൻ പറഞ്ഞു, മൂസാ നബിയാണ് എന്ന് ആ മനുഷ്യൻ അറിയില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ, നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. മൂസാ നബി അലൈഹിസ്സലാമിനെ ആ മനുഷ്യൻ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. വീട്ടിന്റെ അകത്ത് ചെന്നപ്പോ ചെറിയൊരു ചെറ്റക്കൂരയാണ്. മൂസാ നബി അലൈഹിസ്സലാം കിടന്നിരുന്നു. എന്നിട്ട് അവര് ഭക്ഷണം കൊണ്ടുവന്ന് കുല്ലമാ അക്കല ലുഖ്മത്തൻ വലാ ഫി സമീൻ ലുഖ്മത്തൈൻ. മൂസാ നബി നോക്കുകയാണ്. താൻ കണ്ട സമയം മുതൽ ആ മനുഷ്യന്റെ ശരീരത്തില് 2 കൈകൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്ന വലിയ 2 ഭാരമുള്ള സഞ്ചികളുണ്ടായിരുന്നു. എന്താണ് എന്ന് മൂസാ നബി ചോദിക്കാൻ പോയില്ല. ആ വീട്ടിൽ ചെന്ന് ഭക്ഷണം കൊണ്ടുവന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് കഴിക്കാൻ പറഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരന് ഒരു പ്രാവശ്യം ഭക്ഷണം വാശകത്ത് വെക്കുമ്പോ ആ സഞ്ചിക്കകത്ത് 2 രൂപ ഭക്ഷണം ഈ ചെറുപ്പക്കാരൻ വെച്ചു കൊടുക്കുന്നത് മൂസാ നബി കണ്ടു. ഒരു പ്രാവശ്യം ആ സഹോദരൻ ഭക്ഷണം വാശകത്ത് വെക്കുകയാ. അടുത്ത പ്രാവശ്യം 2 രൂപ ഭക്ഷണം എടുത്ത് ആ സഞ്ചിക്കകത്ത് വെക്കുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒന്നും ചോദിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ വീടിന്റെ വാതിലിന്റെ പുറത്തൊരാൾ വന്ന് മുട്ടുന്നത് കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ആരാന്ന് നോക്കാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സഞ്ചിയിലേക്കൊന്ന് നോക്കി. അല്ലാ അല്ലാ വഇദാ ബിശൈഖിൻ വഅജൂസ്. വളരെ പ്രായം ചെന്ന ഒരുമ്മയും വളരെ പ്രായത്തിൽ പടുംകുടി വീണ ഒരുപ്പയും അവര് കണ്ണു തുറന്നിങ്ങനെ നോക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്ഭുതം വന്നുപോയി. ആ മനോഹരമായ വിരിപ്പ് കൊണ്ട് മൂടിവെച്ചിരിക്കുന്ന ഒരു ഉറുമ്പ് കിടക്കാറ്, ഒരു തണുപ്പ് കിടക്കാറ്, മുത്തുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉമ്മയുടെ ഉപ്പയുടെ ചുറ്റുഭാഗത്തുള്ള തുണിയുമൊക്കെ മാറ്റിയിട്ട് അവര് പുറത്തേക്ക് നോക്കുമ്പോൾ അവര് ചോദിക്കുന്നു, നിങ്ങളാരാ? മൂസാ നബി അലൈഹിസ്സലാം അറിയാതെ പറഞ്ഞുപോയി, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞുപോയി. ബസ്സമാ. അവർ 2 പേരും ചിരിക്കുകയാണ്. മൂസാ നബിയുടെ കൈ പിടിച്ചിട്ട് ഒരു മുത്തം കൊടുക്കുകയാ. സുമ്മ മാത്താ. അവർ 2 പേരും മരണപ്പെട്ടു പോവുകയാണ്. പുറത്തുപോലെ യുവാവ് പെട്ടെന്ന് കടന്നു വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മയും വാപ്പയും മരിച്ചു കിടക്കുന്ന കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ മൂസാ നബിയല്ലേ? മൂസാ നബി പറഞ്ഞ, നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ നിന്നെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ആ സഹോദരൻ പറഞ്ഞു, എന്റെ ഉമ്മയും ഉപ്പയുമാണിത്. മുത്തുപോലെ ഞാൻ അവരെ കൊണ്ടു നടക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും അവർ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിക്കാറ്, ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാഹ് എന്നെപ്പോഴും ദുആ ചെയ്യുമായിരുന്നു നബിയെ. അതുകൊണ്ട് ഇന്നെന്റെ ഉമ്മയും ഉപ്പയും മരിച്ചു പോരെങ്കിൽ അത് നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ്. നിങ്ങൾ മൂസാ നബിയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് വേറെ തെളിവ് വേണ്ടെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ യുവാവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഉമ്മയെയും വാപ്പയെയും പവിഴം പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ കാറ്റുകേറാറ്, പൊടിപഴകാറ്, ഉറുമ്പരിക്കാറ്, ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങളുടെ കൂട് കെട്ടിയിട്ട് അവരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മുത്തുപോലെ നീ സന്തോഷിച്ചുകൊള്ളുക. ഞാൻ കടന്നു പോകുന്ന സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ നീയാണ്. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട് കിടക്കുന്നത് എന്റെ ഉമ്മയെ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ സ്നേഹിച്ചതിന് പകരമായിട്ട് എനിക്ക് അല്ലാഹു തന്ന പദവിയാണിത്. നിങ്ങൾ പറയുന്നു സാറേ, നമ്മളെത്ര സ്നേഹിച്ചാലും അവർ തിരിച്ച് നമ്മളെ ഉപദ്രവിക്കുകയാണ്. അങ്ങനുണ്ടല്ലോ. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരൻ, ഞാൻ വള്ളക്കടവിൽ ജോലി ചെയ്യുമ്പോ
പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ളുഹർ കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞാൻ അവിടെ നിൽക്കുന്ന ദിവസം, കാരണം അന്ന് 1 മണിക്ക് ഒരു വലിയ ഷോപ്പിന്റെ ഉദ്ഘാടനമുണ്ട്. അപ്പൊ ളുഹർ കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചവിടെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ 2-3 കവറിൽ തുണിയൊക്കെയായി റൂമിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ ഉമ്മ ഉസ്താദേ, നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നതല്ലേ, പെരുന്നാളായിട്ട് ചെന്നതല്ലേ, ഞാൻ ഈ ഡ്രസ് എന്റെ ഉമ്മാക്ക് കൊണ്ട് കൊടുത്തപ്പോ നിന്റെ മറ്റവൾക്ക് കൊണ്ട് കൊടുക്കടിയെ കൊടുക്കടാന്ന് പറഞ്ഞിട്ട് വലിച്ചു മുറ്റത്തേക്ക് എറിഞ്ഞു ഉസ്താദെ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഉസ്താദെ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. പക്ഷെ എന്നെ ഉമ്മ മനസ്സിലാക്കുന്നില്ല. എന്റെ ഭാര്യ പറഞ്ഞതാ നിങ്ങൾ അവിടെ പോകരുത് എന്ന്, പക്ഷെ ഞാൻ പോയി. എനിക്ക് ഉമ്മയല്ലേ വലുത് ഉസ്താദെ. പക്ഷെ എന്റെ ഭാര്യ പറഞ്ഞതായിരുന്നു ശരി, ഞാൻ പോകണ്ടായിരുന്നു. ഇത് വലിച്ചെറിഞ്ഞു ഉസ്താദെ. എന്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പേ എന്റെ ഉമ്മച്ചിക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോ അവരെന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഇതുപോലെ ഒരുപാട് ആളുകൾ കാണും, ഇവിടെ കാണും, ഈ സദസ്സിൽ കാണും, ഇവിടെയും അവിടെയും കാണും. ഇതുപോലെ ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ഉമ്മയെയും ഉപ്പയെയും ഒരുപാട് സ്നേഹിക്കുന്നയാളാ, ഒരു പരിധിയില്ല റസൂലേ, ഒരു പരിധിയില്ല. പക്ഷേ എന്റെ ഉമ്മ എന്നെ നാക്കുകൊണ്ട് ഉപദ്രവത്തോട് ഉപദ്രവം തരും. നാവെടുത്താലും നാക്ക് എന്നെ തെറിവിളിക്കാനേ സമയമുള്ളൂ. എന്നെ കുറ്റപ്പെടുത്തുക, എന്നെ കളിയാക്കുക, എന്നെ പുച്ഛിച്ചു തള്ളുക, എനിക്കൊരു വിലയും തരുന്നില്ല. ഞാൻ മോശമാണ് എന്ന് പരസ്യമായി എല്ലാവരോടും എന്റെ ഉമ്മ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും നബിയെ? പരാതി നിങ്ങളുടെ മനസ്സിൽ പ്രസംഗിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉസ്താദിനോട് എനിക്കൊന്ന് ചോദിക്കണം എന്ന് നിങ്ങളിൽ പലരും കരുതിയ ആ പരാതി അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണോ ഉസ്താദ്? മക്കളെ നമ്മുടെ കാര്യം കൂടെ ഗവനിക്കണ്ടേ, അതുകൊണ്ട് ഉസ്താദിനോട് എനിക്ക് ആ ചോദ്യം ചോദിക്കണം എന്ന് കരുതിയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയ ഒരാൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ആ പരാതി പറഞ്ഞു. എന്ത് ചെയ്യും നബിയെ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്ന് കച്ചവടത്തുകാർക്കറിയുമോ? ലൗ ഖതഅതു ലഹും കമാ അദ്ദൈത റുബഅ ഹഖിഹാ. നിന്റെ ഉമ്മ നിന്റെ ശരീരത്തിന്റെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്റെ ശരീരത്തിന്റെ മാംസം വെട്ടിമുറിച്ചാ പോലും, അല്ലാഹുവേ, നിന്റെ ഉമ്മാക്കു വേണ്ടി നിന്റെ ശരീരത്തിന്റെ മാംസം വെട്ടിയെറിഞ്ഞാ പോലും ആരംഭ റസൂൽ പറയുന്നു, മാ അദ്ദൈത റുബഅ ഹഖിഹാ, ആ ഉമ്മയോടുള്ള കടമയുടെ 1/4 പോലും നീ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അടിച്ചാൽ കൊള്ളുക തന്നെ, നിന്നെ ചവിട്ടിയാൽ കൊള്ളുക തന്നെ, നിന്നെ ആട്ടിയോടിച്ചാൽ പോവുക തന്നെ, നിന്നെ ചീത്ത വിളിച്ചാൽ കേൾക്കുക തന്നെ. എന്നാ പോലും ആ ഉമ്മയോട് നീ ചെയ്യുന്ന ബാധ്യതകളിൽ 1/4 പോലും ചെയ്തു തീർത്തിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമ്മളിനി ആ പണിക്ക് നിൽക്കല്ലേ ചെറുപ്പക്കാരാ. നിനക്കെല്ലാം നഷ്ടമാകുമടാ, നിനക്കെല്ലാം നഷ്ടമാകുമടാ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരൻ, ഏതെങ്കിലും ഒരു പെങ്ങള് വേദനയോടെ പ്രസവിച്ച ഉമ്മയോട്, തന്നെ സംരക്ഷിച്ച വാപ്പയോട് പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ ദിക്റിന്റെ മനോഹരമായ വാർഷികത്തിൽ മാലാഖമാര് ആനന്ദ നൃത്തം കിട്ടുന്ന കച്ചവടത്തിന്റെ സ്വർഗീയ വാലിന്റെ ആരാമത്തിൽ നിന്നിട്ട് തീരുമാനിക്കുക, എന്റെ ഉമ്മയോട് ഫോണിലൂടെയെങ്കിലും പൊരുത്തം ചോദിക്കാതെ ഞാനിന്ന് കിടന്നിറങ്ങൂല്ല, എന്റെ ഉമ്മയുടെ അടുത്ത് പോയി കാണാതെ ഞാനിന്നിറങ്ങൂല്ല. അവരാട്ടി ഓടിക്കട്ടെ, അവരെ തെറിവിളിക്കട്ടെ, അവരെ കുറ്റപ്പെടുത്തട്ടെ, ഉമ്മ തന്നെയാണ്. ഇത് പറഞ്ഞതാരാ? വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ സ്നേഹം കൊതിതീരെ കിട്ടാത്തതുകൊണ്ട് ആ ഉമ്മായുടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് പൊട്ടിക്കരഞ്ഞുപോയ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് വാശി വിട്ടേക്കുക ചെറുപ്പക്കാരാ, വൈരാഗ്യം മനസ്സിൽ നിന്ന് കളയുക. മരുമക്കളായ പെങ്ങന്മാരെ, നിങ്ങളും ഉമ്മമാരാവൂലേ, നിങ്ങളും മക്കളെ പ്രസവിക്കൂലേ? അപ്പോഴാണ് നിന്റെ സങ്കടം അറിയുക, അപ്പോഴാണ് നിന്റെ നൊമ്പരം അറിയുക. എന്റെ പ്രിയ
പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് തോളത്ത് തട്ടിയിട്ട് ഞാനിപ്പോഴും പറയാറുണ്ട്, ആ സങ്കടം നീ മാറ്റിവെക്കുക, ആ സങ്കടം നീ മാറ്റിവെക്കുക. മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോന്റെ വിട പറഞ്ഞു പോയ സങ്കടം മനസ്സിൽ നിന്ന് മായാറ് ഇപ്പോഴും കൊണ്ടു നടക്കുമ്പോ പോറ്റടിയത് അല്ലാഹുവിന്റെ വിധിയല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പറയാം, ഞാൻ അവരെ പ്രസവിച്ചവരല്ലേ എന്ന് പറഞ്ഞ് കണ്ണു നിറയുമ്പോ ഒരു ഉമ്മയെ ചവിട്ടുന്ന മക്കളെ കുറിച്ച് കരയാത്ത ഉമ്മമാരുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുമ്മയെ ചവിട്ടിയ, ഒരുമ്മയെ ചീത്ത വിളിച്ച, ഒരുമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് ധിക്കാരത്തോടെ ഇറങ്ങിപ്പോകുന്ന മകന് ആ ഉമ്മയുടെ മനസ്സെന്തുമാത്രം നീറുന്നുണ്ടാകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ മുതിഅൻ ലില്ലാഹ് ഫീ വാലിദതിഹി യഫ്തഹലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന. ആരെങ്കിലും പ്രഭാതം പൊട്ടിവിടരുമ്പോ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഉമ്മയോട് ഉപ്പയോട് പൊരുത്തമുള്ള രീതിയിലാണ് നേരം പുലരുന്നതെങ്കിൽ അല്ലാഹു അവർക്ക് ബാബാനി ഫിൽ ജന്ന, സ്വർഗത്തിന്റെ 2 വാതിൽ തുറന്നിട്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കച്ചോടത്ത് വാളുകിടഞ്ഞു പോകുന്ന രാത്രി തന്നെയാകട്ടെ ചെറുപ്പക്കാരാ, പിണങ്ങിക്കഴിയുന്ന ഉമ്മയോട് അകലം മാറ്റിയിട്ട് അടുത്തു പോയിരുന്ന് കരയേണ്ട ഉമ്മ, തെറ്റുപറ്റിപ്പോയുമ്മ, നിങ്ങൾ എന്ത് ചെയ്താലും സഹിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞുമ്മാടെ കണ്ണീരൊപ്പിയിട്ടാണ് നീ നേരം വെളുപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗത്തിന്റെ 2 കവാടം അല്ലാഹു നിനക്ക് തുറന്നു തരുന്നതാണ്. എന്നാൽ ഭാര്യയുടെ വാക്ക് കേട്ട്, കൂട്ടുകാരന്റെ വാക്ക് കേട്ട്, അയൽവാസികളുടെ വാക്ക് കേട്ട് നിന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മയോട്, പെണ്ണെ നീയാണെങ്കിലും നിന്നെ പ്രസവിച്ച ഉമ്മയോട് പിണങ്ങിയിട്ടാണ് നീ കഴിയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അവന് നരകത്തിന്റെ വാതിലാണല്ലോ തുറന്നിടുന്നത്. അവനൊന്ന് മരിച്ചാൽ ഇതിലേക്ക് കടത്തുക, അവനൊന്ന് മരിച്ചാൽ ഇവിടെ കയറ്റുക എന്ന് മലക്കുകളോട് നിർദ്ദേശം കൊടുത്തിട്ട് തുറന്നിടുമത്രേ. ആ സമയത്ത് സഹാബികൾ ചോദിച്ചു, നബിയേ വയല്ലമാഹു യാ റസൂലല്ലാഹ്, ആ ഉമ്മയും ബാപ്പയും നല്ലവരല്ല, ഈ മക്കളെ ഉപദ്രവിച്ചിരുന്നവരായിരുന്നെങ്കിലോ എന്നൊരു സഹാബി ചോദിച്ചപ്പോ നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തത് എങ്ങനെയെന്നറിയുമോ? 3 പ്രാവശ്യം സഹാബി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവർ നിന്നെ അടിക്കട്ടെ, ഇടിക്കട്ടെ, ഉപദ്രവിക്കട്ടെ, കൊന്നലാകട്ടെ, ആ മാതാപിതാക്കൾ നിങ്ങൾ ആക്രമിക്കട്ടെ, എന്നാലും ആ ഉമ്മയോട് ഉപ്പയോട് അനാദരവ് കാണിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു നരകത്തിന്റെ വാതിൽ തുറന്നു തരും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വേണോ ചെറുപ്പക്കാരാ, വേണോ ചെറുപ്പക്കാരാ, ഏതാണ് നിനക്ക് ആവശ്യമുള്ളത് അത് നീ ചെയ്തുകൊള്ളുക ചെറുപ്പക്കാരാ. മഹാനായ ഇയ്യാസ് റളിയല്ലാഹു അൻഹു എന്ന ഉമ്മ മരിച്ചപ്പോ പൊട്ടിക്കരയുകയാണ്. ആളുകൾ വന്നു പറഞ്ഞു, ഇങ്ങനെ കരയാ പാടില്ല, ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ കരയല്ലേ, നമ്മളെല്ലാവരും മരിക്കുമല്ലോ. ആ സമയത്തായി ഇയ്യാസ് റളിയല്ലാഹു അൻഹു പറയുന്ന, കാനലി ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, എന്റെ വീട്ടിൽ നിന്ന് സ്വർഗത്തിലേക്ക് തുറന്ന 2 വാതിലുണ്ടായിരുന്നു. ഫൗല്ലിക അഹദുഹുമാ, അതിൽ ഒരു വാതിലാണ് ഇന്നടഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഉമ്മാടെ ഖബറിന്റെ അടുത്തിരുന്ന് കരയുകയാണ്. എന്റെ സ്വർഗത്തിലേക്ക് 2 വാതിലെനിക്ക് അല്ലാഹു തന്നിരുന്നു പോകാൻ. ഫൗല്ലിക അഹദുഹുമാ, അതിലൊന്നും നടഞ്ഞുപോയി. അതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ വിലയറിയാത്ത മക്കളെ, അതിന്റെ ഗുണമറിയാത്ത മക്കളെ, അതിന്റെ അന്തസ്സറിയാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവേ ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലോ. പടച്ചവനെ, ഞങ്ങളൊക്കെ ദറസിൽ പഠിക്കാൻ ഇറങ്ങിയതിനു ശേഷമാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്ത് പോലും ഓതി തുടങ്ങിയത്. ആലിമീങ്ങളുടെ കുടുംബമല്ല, പാവപ്പെട്ടവനാണ്. പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഉപ്പയാണ്. അല്ലാഹുവേ,
അവസാനം ബദർ ദിനത്തില് റമളാനില് വെള്ളിയാഴ്ച രാവിലെ എല്ലാ അടയാളങ്ങളും ഒപ്പിണങ്ങിയ ബറക്കത്തുള്ള ദിവസം ജുമാ നമസ്കാരത്തിന് മുമ്പ് 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെക്കാൻ കഴിഞ്ഞെങ്കിലും അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ സമാധാനമില്ല. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്ന ആരുടെ ഉപ്പമാര് മരിച്ചുപോയിട്ടുണ്ടോ, ആരുടെ ഉമ്മമാര് മരിച്ചുപോയിട്ടുണ്ടോ, അവരുടെ എല്ലാ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ഇവിടത്തെ സംഘാടകയിൽപ്പെട്ട ഒരാൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, അബ്ദുൾ റസാഖ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സക്കീർ അല്ലെ? സക്കീർ മുഹമ്മദ്, സക്കീർ ഹുസൈൻ. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു റഹീം കൂട്ടുകാരന്റെ വീട്ടിൽ. സക്കീർ ഹുസൈൻ, അള്ളാഹു ഈ സദസ്സിന്റെ പുണ്യം ആ സഹോദരന്റെ ഖബറിലും തച്ചോണം പള്ളിക്കു വേണ്ടി ആരെല്ലാം ആദ്യകാലം മുതൽ അതിന് കല്ലുവെക്കുന്ന സമയം മുതൽ പരിശ്രമിച്ചിട്ടുണ്ടോ, ത്യാഗം ചെയ്തിട്ടുണ്ടോ, അവരുടെ ഒക്കെ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മയെ ഖബറടക്കിയിട്ട് നടന്നു വരുമ്പോ കല്ല് കയറി തട്ടി മുറിഞ്ഞു. അപ്പോ അശരീരിൽ മുഴങ്ങിയ മൂസ, ഇനി നീ ശ്രദ്ധിക്കണം, നിനക്ക് ദുആ ചെയ്യാനിരുന്ന ഉമ്മ മരിച്ചു, ഇനി കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് ചെയ്യാവൂ. ഇനി കാല് തട്ടും, വണ്ടി മറയും, വണ്ടി ഇടിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഉമ്മ പോയി. ഉമ്മ ജീവിച്ചിരുന്നു ദുആ ചെയ്തതിന്റെ പൊരുൾ മക്കൾ അറിയാൻ വേണ്ടിയിട്ടാണത്. നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വിലയില്ല. പക്ഷേ അവര് 2 കരമുയർത്തിയിട്ട് അല്ലാഹ് എന്റെ പൊന്നുമോനെ കാക്കണേന്ന് പറഞ്ഞ ദുആയാണ്. ഒരു പക്ഷേ ആ ഉമ്മയെ കയറ്റാതെ ചീറിപ്പാഞ്ഞു പോകുന്ന വിലപിടിപ്പുള്ള വാഹനം അപകടത്തിൽപ്പെടാതിരിക്കുന്ന ഒരു പക്ഷേ ആ ഉമ്മയുടെ ദുആയായിരിക്കും. നിന്റെ ഭാര്യയും മക്കളും അവരെയും കൊണ്ട് കറങ്ങാനും അടിച്ചു പൊളിക്കാനും നീ പോകുമ്പോ അപകടങ്ങളും ദുരന്തങ്ങളും നിനക്ക് വരാതിരിക്കുന്നത് ഒരു പക്ഷേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം. അതുകൊണ്ടാണ് ഇനി നീ ശ്രദ്ധിക്കണം, നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ഒരു മകൻ വന്നൊരു പരാതി പറഞ്ഞു, പിതാവിന്റെ പൈസ അടിച്ചു മാറ്റുന്ന നബിയെ. ഒരു പരാതി, എന്റെ വാപ്പ കാശെടുക്കുന്നു. ചില സഹോദരിമാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ഭർത്താവിന്റെ ഡ്രസ്സ് അലക്കാനെടുക്കുമ്പോ പിന്നെ പോക്കറ്റിൽ നിന്ന് പൈസ കിട്ടും. പണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം കാർഡായതുകൊണ്ട് രക്ഷയില്ല. അലക്കുകല്ലിൽ കൊണ്ടിട്ട് വരച്ചാൽ പൈസ കിട്ടൂല, അത് പിന്നെ ബാങ്കിലും അതുപോലെ ബിസിനസ് കാർഡൊക്കെയാണ്. ഇപ്പൊ എല്ലാം കാർഡാണ്, പൈസയൊന്നും ആരും സൂക്ഷിക്കലില്ല. കള്ളന്മാരിപ്പോ അന്വേഷിക്കുന്നത് കാർഡുകളാണ്, അതാണ്, അല്ലാതെ പൈസ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇപ്പൊ പൈസ ഇല്ല, ആരും പൈസ സൂക്ഷിക്കലില്ല, വീട്ടിലും പോക്കറ്റിലും ഒന്നും. എന്ന് പറഞ്ഞുകൊണ്ട് തച്ചോണത്തെ സംഘാടകർക്ക് സങ്കടം വേണ്ട. മന്ദലാമെന്ന് തയ്ക്കാവിന് വേണ്ടി ഇപ്പൊ ആരും പൈസ തരൂല, സാറേ കാർഡ് തരോളം ആശങ്കപ്പെടണ്ട. പൈസ ഉള്ളവരുണ്ടാവുള്ളവർ തരും, ഇല്ലാത്തൊരു വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ആർക്കും വേണ്ട. മന്ദിരംകുന്ന് അവിടെ ഇമാമായിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദിന്റെ ഒരു ശിഷ്യൻ, എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റാഫി അൻവരിയാണ്. അല്ലേ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ആ മന്ദിരംകുന്ന് എന്ന മസ്ജിദിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു ആ പ്രിയപ്പെട്ട ഉസ്താദിന് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. സാധുവായ സഹോദരനാണ്. അപ്പൊ നല്ല ഒരു ഇമാമിനെ കിട്ടി, നല്ല ഒരു സംഘാടകർ തച്ചോണത്തുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒന്ന് നല്ലവരായാൽ, നല്ലവരെന്ന് പറഞ്ഞാൽ തുറക്ക ചെയ്യുന്ന വിഷയത്തിൽ ഒരു നന്മ നമുക്കുണ്ടായാൽ അത് നടക്കും. ഒരു വലിയ പിരിവിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ആശങ്കയൊന്നും വേണ്ട. ചില ആളുകൾ പറയും ഇപ്പൊ നിർത്തിയിട്ടെടുത്ത പിരിവിന്റെ സെക്ഷനിലേക്ക് കയറാണ്. ഈ വിഷയം പൂർണ്ണമായും പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ സ്വതക്ക് ചോദിക്കും. സൗകര്യവും താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ആരെയും ഈ സാമ്പത്തിക മാന്യത്തിന്റെ സമയത്ത് പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തി വാതു പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ പൈസ അള്ളാഹുവിന് സുജൂദ് എന്നൊരു സ്ഥലത്ത് ഞാൻ റാഫി അൻവരിയോട് ചോദിച്ചവിടെ നിസ്കരിക്കാനൊക്കെ ആളുണ്ടോ? മന്ദിരംകുന്നിന് വെറുതെ പള്ളി വെച്ചിട്ടാകെ. അപ്പൊ പറഞ്ഞു ചെറിയ ഒരു പള്ളിയാണ്, ടാർപ്പൊക്കെ കെട്ടിയിട്ടുണ്ട് മുകളിൽ. അള്ളാഹുവെ നീ കാക്കണം തമ്പുരാനെ. ടാർപ്പ് കെട്ടിയിട്ട് ഒരു പള്ളി ചോരാതിരിക്കാനും അതുപോലെ തകർന്നു പോകാതിരിക്കാനും സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന്റെ പള്ളിയാണെങ്കിൽ അത് നമുക്ക് നഷ്ടമുണ്ടാക്കും. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ആണും പെണ്ണുമൊക്കെ അതിന് പ്രതിവിധി നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ആർക്കാണ് എന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്? ആർക്കാണ്? 20,000 രൂപയ്ക്ക് വേണ്ടി ഇന്ന് വൈകുന്നേരം ഒരു 20,000 രൂപ 4 ദിവസത്തിനകത്ത് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ പൂർണ്ണമായും അദ്ദേഹം അന്ധനാകും. 20,000 രൂപ മതി. ഇന്ന് വൈകുന്നേരം സ്നേഹസാഗരത്തിൽ വന്നു കടയ്ക്കൽ. സഫീർക്ക മന്നാൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ തച്ചോണത്തേക്ക് വിടുകയാണ്, നിങ്ങളിപ്പോ എന്തായാലും ഇന്ന് കാണാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം. നാളെ 20,000 രൂപ കൊടുത്താൽ അദ്ദേഹത്തിന് തിങ്കളാഴ്ച ഓപ്പറേഷനാണ്. അത് നടന്നില്ലെങ്കിൽ
ചൊവ്വാഴ്ച മുതൽ അന്ധനാണ്. ഒരു കണ്ണേ ഇപ്പൊ കാണുള്ളൂ. ഭാര്യയും കുഞ്ഞുമുള്ള പാവപ്പെട്ട സഹോദരൻ ഓട്ടോറിക്ഷയാണ് ഓട്ടിക്കുന്നത് ഒറ്റ കണ്ണുകൊണ്ട്. കാഴ്ച ഇതുകൂടി പോയാൽ എനിക്കിനി ആരുമില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് കരഞ്ഞ സഹോദരന് ഞാൻ പെട്ടെന്ന് ഗൾഫിൽ വിളിച്ചൊരു സഹോദരനോട് പറഞ്ഞു, ഒരു 20,000 രൂപ ഈ കൂട്ടുകാരന്റെ അക്കൗണ്ട് നമ്പർ. ഞാനതിലിടപെട്ടില്ല. അദ്ദേഹത്തിന്റെ തന്നെ നമ്പർ വാങ്ങിച്ച് അയച്ചു കൊടുത്തു. അബ്ദുള്ള അദ്ദേഹത്തിന്റെ തന്നെ നമ്പർ വാങ്ങിച്ച് അയച്ചു കൊടുത്തു. അതിൽ കാശിട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ധൃതിയിൽ ഇവിടെ ക്യാമറ വെച്ച സഹോദരനെ വിളിച്ച് ചെവിയിൽ പറഞ്ഞു കൊടുത്തതാ. ഞാൻ മറന്നുപോയി ആ കാര്യം പറയാൻ. സൗദി അറേബ്യയിലാണ് ആ സഹോദരനുള്ളത്. 7 മണി വരെ ഇന്ന് ബാങ്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ വാച്ചിൽ നോക്കുമ്പോൾ ചെറിയ സമയം മാത്രമേ ഉള്ളൂ ഇനി. അപ്പൊ വേഗം പറഞ്ഞെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ധൃതിയിൽ ഓർമ്മ വന്നപ്പോ പറഞ്ഞു വിട്ടു. അൽഹംദുലില്ലാ അദ്ദേഹം ആ കാശ് നയിച്ചാൽ ഇവിടെ നിന്ന് ആ സഹോദരൻ നാളെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ആ കാശെടുത്താൽ തിങ്കളാഴ്ച ഒരാൾ ഓപ്പറേഷൻ നടക്കും. 20,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് തെണ്ടാനിറങ്ങി നടക്കുമ്പോ നമുക്ക് ആർക്കാണ് അള്ളാഹു ബുദ്ധിമുട്ട് തന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരുപക്ഷെ ആ സഹോദരൻ വേറെ എവിടെയെങ്കിലും പോയി പറയുമ്പോ ചിലപ്പോൾ 10 രൂപ 20 രൂപ 30 രൂപ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടും. കള്ളന്മാരാണെന്ന് ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ വിശ്വസിക്കൂല, ചിലപ്പോൾ ചീത്ത വിളിക്കും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. അങ്ങനെ നാടിന്റെ നാനാഭാഗത്ത് സങ്കടത്തിന്റെ കുഴിയിൽ വീണ് കൈകാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ നമുക്കെന്ത് ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്നത്. നിങ്ങൾ അള്ളാഹു തന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞൊരു ബുക്കിലൊന്ന് എഴുതി വെച്ച് ഇന്ന് പോയിട്ട് എനിക്ക് അള്ളാഹു തന്ന ബുദ്ധിമുട്ടുകൾ ഒരെണ്ണം എഴുതാൻ നിങ്ങളുടെ കൈവിറക്കും. കാരണം അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങളെ തന്നിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ബറക്കത്തുകളെ തന്നിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് അത്ഭുതങ്ങളുടെ അവയവങ്ങളെ തന്നിട്ടുള്ളൂ. സമ്പാദ്യങ്ങളും സമ്മാനങ്ങളും തന്ന പടച്ച തമ്പുരാൻ അവരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളിയെ സഹായിക്കാൻ നിനക്ക് തോന്നുന്നില്ലെങ്കിൽ വേണ്ട. അള്ളാഹുവേ പടച്ചവനെ, ആരുടെ മനസ്സിൽ തോന്നിയാലും അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പെങ്ങളെ വലിച്ചൂരി കൊടുക്കണം നിന്റെ സ്വർണ്ണാഭരണങ്ങള്. പടച്ചവന് വേണ്ടി സുബഹി നമസ്കാരത്തിന് 10-20 ആളുകൾ നമസ്കാരത്തിന് വരുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ അവിടെ നിസ്കരിക്കാൻ പറ്റൂല, മന്ദിരം കുന്നിലെന്ന് പറഞ്ഞ് ഒരാളെങ്കിലും മനസ്സ് മടിച്ചാ പെങ്ങളെ, നീ എത്ര വലിയ കൊട്ടാരത്തിൽ കിടന്നാലും അല്ലാഹുവിന്റെ അദാബുണ്ട് മോളെ. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്, തമാശയല്ല. അതുകൊണ്ട് തച്ചുകൊടുത്ത സഹോദരിമാരോട് പാവപ്പെട്ട നൗഷാദ് ബാക്കവി സ്വർണം ചോദിക്കുമ്പോ കൊടുക്കണം മോളെ. അല്ലാഹു നിനക്ക് തന്ന അവസരമാണ് പെങ്ങളെ. എനിക്ക് കൊണ്ടുപോകാനല്ല, സംഘാടകരുടെ വീട് നിൽക്കാനല്ല. നിനക്ക് ആരോഗ്യം തന്ന അല്ലാഹുവിന് നിക്ർ ചൊല്ലുന്ന പള്ളിക്കുള്ളതാണ്. അത് അല്ലാഹുവാണ് ചോദിക്കുന്നത്. സൗകര്യമുണ്ടെങ്കിൽ കൊടുക്കുക. ആര് കൊടുത്തില്ലെങ്കിലും പടച്ചോന്റെ പള്ളി എങ്ങനെയെങ്കിലും അൽഹംദുലില്ലാ ഈ കച്ചവടം പള്ളി വെക്കുമ്പോ ഒരു നയാ പൈസ കൊടുക്കാത്ത എത്രയോ ആളുകൾ കാണും ഇതിന്റെ പരിസരത്ത്. ആർക്കാണ് നഷ്ടം? നമുക്കാണോ? അവർക്കല്ലേ. ഇന്നിവിടെ നടക്കുന്ന ദിക്റിന്റെ കൂലി പോലും ഒരു പാക്കറ്റ് സിമന്റ് ഞാനും അന്ന് പറഞ്ഞവർക്ക് കിട്ടൂലേ? ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു 10 ചുടുകല്ലെടുത്തു കൊടുത്തവർക്ക് കിട്ടൂലേ? അവന്റെ പ്രിയപ്പെട്ടവരെ, ജാരിയാറെ സുരക്കയിൽപ്പെട്ടതാണ്, മറക്കണ്ട. ഞാൻ ചോദിക്കുമ്പോ സന്തോഷത്തോടെ നിങ്ങളതിൽ അണിചേരണമല്ലാവേ. അതിൽ മനസ്സുവെച്ച മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണമല്ലോ. മുത്തുനബിയോട് വന്ന് പരാതി പറഞ്ഞു വാപ്പച്ചി കാശടിച്ചു മാറ്റുന്നു, വാപ്പച്ചി പൈസ എടുക്കുന്നു. മക്കളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. നീ മക്കളുടെ കയ്യിൽ മക്കളെ സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്നതും മക്കളെ കുപ്പിയെടുക്കാൻ പറഞ്ഞു വിടുന്നതും മക്കളുടെ കയ്യിൽ കാശ് കൊടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങാൻ വിടുന്നതും വളരെ കറണ്ടോടെ കണക്കാക്കിയിരിക്കണം. നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ പൈസ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും. ഏറ്റവും വലിയ ഒരു കൊള്ളക്കാരനെ, ഒരു കവർച്ച നടത്തിയവനെ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? എന്തേ അതിന്റെ കാരണം? വാപ്പയോട് പൈസ ചോദിച്ചിട്ട് പ്രിയപ്പെട്ട വാപ്പ പൈസ കൊടുക്കാതെ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണത്രേ അവന്റെ മനസ്സിൽ. അവന്റെ പേര് പത്രത്തിൽ പറഞ്ഞത് അങ്ങോട്ട് വായിച്ചെടുക്കാൻ പറ്റാത്തൊരു സൈസ് പേരാണ്. ഏറ്റവും ക്ഷേത്ര കവർച്ചകളൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനെ കുത്തിക്കൊന്ന, കഴുത്തറുത്ത് പൂജാരിയെ കൊന്ന് വിഗ്രഹ മോഷണം നടത്തിയ ഒരുപാട് മോഷണക്കേസിലെ പ്രതി, 25ഓളം മാല മോഷണക്കേസിലെ പ്രതി. താത്തമാരിങ്ങനെ ഇങ്ങനെ അങ്ങ് പോവല്ലേ ആട്ടിയാട്ടി അല്ലേ? മാല കിടന്ന് ഇവിടെ ഒരെണ്ണം അടിക്കും, ഇവിടെ ഇങ്ങോട്ട് അടിക്കും. മാല ഇങ്ങനെ 5.5 പവൻ 6 പവൻ എല്ലാവരും കാണട്ടെ. അവിടെ പോകും. ബൈക്കിൽ വന്ന് നിർത്തിയിട്ട് ചോദിക്കും, മടത്തര പോകുന്ന വഴി ഇങ്ങോട്ടാണ്. അപ്പോ താത്ത ഇങ്ങനെ അടുത്തോട് ചെല്ലും, എവിടെ മോനെന്ന് ചോദിക്കും. ഒരൊറ്റ അടി നെഞ്ചത്ത് ഒറ്റപ്പിടി കൊണ്ടങ്ങ് പോകും.
പുഷ്പം പോലെ കൊട്ടും. അവര് മടത്തറ എത്തിയാലും താത്ത വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കൂല. കാരണം താത്താക്ക് ആരെക്കാളും ഇഷ്ടം മാലയാ. എത്രയോ സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾ കുറ്റപ്പെടുത്തല്ല പെങ്ങളെ. നമ്മൾ ആർക്കു വേണ്ടി? ഒരു പെണ്ണ് ഒരുങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടിയാ. ഭർത്താവിന്റെ മുമ്പ് ഒരുങ്ങിച്ചെല്ലുന്ന രംഗം ഭർത്താവ് പറഞ്ഞ റബ്ബെ സഹിക്കാൻ പറ്റില്ല. ഭർത്താവ് പറയാം കയറി വാ മുക്കി പിടിച്ചിട്ട് ഇങ്ങനെ പറയാം. അത്രയും സഹിക്കാൻ പറ്റില്ല. കുളിച്ചൊരിഞ്ഞ് വൃത്തിയായി സുഗന്ധം പൂശി ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട്, ഭർത്താവിന് ഇഷ്ടമുള്ള ആഭരണമിട്ട്, അങ്ങനെ വേണം ഒരു പെണ്ണ് ചെല്ലാൻ. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിൽ കാശ് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, നിയന്ത്രിക്കണം. അല്ലെ, സിഗരറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞുവിടുന്ന വാപ്പന്മാരുണ്ട്. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചുകൊണ്ട് തിരിച്ചു വരും. നമ്മൾ ശ്രദ്ധിക്കൂല. ഇപ്പോഴത്തെ മക്കൾക്ക് പല ഒട്ടിപ്പും അറിയാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത പല ഭാഷ അവരുടെ കയ്യിലുണ്ട്. നമുക്ക് ആകെ ഫെവിക്കോളെ അറിയൂ. പല പരിപാടികളുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആക്കട്ടെ. ഇപ്പോഴത്തെ മക്കളുടെ കാര്യം പറഞ്ഞാൽ തോറ്റുപോകും. എത്രയോ അത്ഭുതങ്ങളാണെന്നറിയാം നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ട്. നമ്മൾ ചിന്തിക്കൂല ആ കാര്യങ്ങളൊന്നും, അറിയൂല നമ്മൾ. അപ്പോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു. വാപ്പ എന്റെ പൈസ എടുത്തു, പരാതി എന്ന് പറഞ്ഞാൽ നിരന്തരം എടുക്കാണ്, സഹിക്കാൻ പറ്റുന്നില്ല മോന്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പയെയും കൊണ്ടുവരിക. അല്ലാഹുവേ, വാപ്പയെ വിളിച്ചുകൊണ്ടുവരികയാണ് മകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ മകന്റെ പോക്കറ്റിൽ നിന്ന്, കമീസിൽ നിന്ന് പൈസ എടുക്കാറുണ്ടോ? എന്തേ കാരണം? ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയും, ഇന്നഹു കാന ളഈഫൻ വഅന ഖവിയ്യുൻ യാ റസൂലല്ലാഹ്. അവന്റെ കുഞ്ഞുനാളിൽ അവൻ ബലഹീനനായിരുന്നു. കാലണയുടെ വില അവനില്ല. ഒരു പൈസ ഉണ്ടാക്കാൻ അവന് കഴിയൂല. അവൻ പാവപ്പെട്ടവനായിരുന്നു. അവന് വെള്ളം വാങ്ങാൻ പൈസയില്ല, ചായ കുടിക്കാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. അന്ന് അനഖബിയൻ, ഞാൻ ശക്തനായിരുന്നു, പണമുള്ളവനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു. ലാ അംനഉ മിൻ മാലി. അന്ന് ഞാനവന് പണം കൊടുത്തപ്പോ ഞാൻ കണക്ക് നോക്കിയിരുന്നില്ല നബിയേ. അവൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുത്തിരുന്നു. അവൻ ആവശ്യപ്പെടുന്ന ഡ്രസ് വാങ്ങിക്കൊടുത്തു, അവൻ ആവശ്യപ്പെടുന്ന ഭക്ഷണം വാങ്ങിക്കൊടുത്തു. എന്റെ പൊന്നുമോ ചോദിക്കുന്നതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു. പക്ഷേ ഫൽയൂമ അനളഈഫ്, ഇന്ന് ഞാൻ ബലഹീനനാണ് നബിയെ. എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് 10 പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. വഹുവ ഖവിയ്യുൻ, എന്റെ പൊന്മോനാണെങ്കിൽ വലിയ കാശുകാരനായി. ഇന്നവൻ വലിയ സമ്പന്നനായി നബിയേ. വഅന ഫഖീർ, ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഫഖീറായി ഞാനായിപ്പോയപ്പോ ഇന്നവന് എനിക്ക് ആവശ്യത്തിനുള്ള പൈസ തരാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് എടുത്തുപോയതാ നബിയേ. ഇനി എടുക്കില്ല നബിയേ, ഇനി എടുക്കില്ല നബിയേ, ഇനി എടുക്കില്ല. കാരുണ്യത്തിന്റെ ദീപമായ അങ്ങയോടവൻ വന്ന് പരാതി പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല നബിയേ എന്ന് പറഞ്ഞ വാപ്പ ഇറങ്ങിപ്പോകുമ്പോ സബക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ കണ്ണീരൊഴുക്കി. എന്നിട്ടാ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്, മാമിൻ ഹജരിൻ സമിഅ ഹാദൽ കലാം. ഈ വാപ്പ പറഞ്ഞ സംസാരം ഏതെങ്കിലും ഒരു കല്ല് കേട്ടാൽ ഇല്ലാ ബക്കാ, ആ കല്ല് പോലും കരഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ വാപ്പ ഇപ്പൊ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, ഈ വാപ്പ ഇപ്പൊ പറഞ്ഞ സംസാരമുണ്ടല്ലോ, ഈ കല്ലെങ്ങാനും കേട്ടുപോയാൽ, ഒരു വലിയ പാറക്കല്ലാണ് ആ വർത്തമാനം കേട്ടതെങ്കിൽ ആ കല്ല് പോലും കരഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ മകന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അന്ത വമാലുക ലിഅബീക, നീയും ഇന്ന് വരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും നിന്റെ വാപ്പാക്ക് അവകാശപ്പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നിനും നിനക്ക് യോഗ്യതയില്ല, അർഹതയില്ല. നീ പോലും നിന്റെ വാപ്പാക്കാണ്, നിന്റെ സ്വത്ത് മുഴുവനും നിന്റെ വാപ്പാക്കാണ്. ഈ മറുപടിയല്ലാതെ മോനെ നിന്നോട് എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറക്കി വിട്ടു ആ ചെറുപ്പക്കാരനെ. അല്ലാഹുവേ, വാപ്പാക്ക് ആവശ്യമുള്ള നിങ്ങൾ കൊടുക്കണം സഹോദരാ.
ഒന്നും ആവശ്യമില്ലെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചു കൊടുക്കണം. എന്തിനെന്നറിയോ? അത് വാപ്പാക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ എടുക്കാമല്ലോ. അവരുടെ പ്രായത്തിൽ ചെല്ലുമ്പോ അവർ ചിന്തിക്കും, കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിലും സന്തോഷമാണ്, സമാധാനമാണ്. അല്ലാഹുവേ, ഞാൻ അറിവ് വെച്ച നാൾ മുതൽ എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചിയുടെ പോക്കറ്റിൽ പൈസ ഇല്ലാതിരുന്ന ഒരു രംഗത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അൽഹംദുലില്ലാഹ്, നിങ്ങളും അങ്ങനെയാകണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ വാപ്പ കടയിൽ പൈസ കൊടുക്കാനുണ്ട് എന്നൊരു നിങ്ങൾക്ക് സങ്കടമാകണം. നിങ്ങളുടെ വാപ്പ നല്ല ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്ന് ആഗ്രഹം വന്ന പൈസയില്ലല്ലോ എന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ പാടില്ല. വല്ലപ്പോഴും പ്രിയപ്പെട്ട വാപ്പച്ചിയും ഉമ്മച്ചയും നിങ്ങൾ കൊണ്ടുപോകണം. മനോഹരമായ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇത്തിരി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കണം. ഒരു പരിഗണന അവർക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ കഴുക്കൂട്ടത്ത് വലിയൊരു ഹോട്ടൽ തുടങ്ങി, തക്കാരം എന്നാണ് പേര്. തക്കാരം ഫ്ലൈറ്റാണ്, പോയിട്ടുണ്ടാവും നിങ്ങൾ പലരും. അപ്പൊ അത് നടത്തുന്ന തലശ്ശേരിയിലുള്ള സഹോദരൻ, ഞാനുമായി ബന്ധമുള്ള സഹോദരനാണ്. ഉസ്താദ് ഒരു ദിവസം വരണം, കുടുംബമായിട്ടൊന്ന് വരണം ഉസ്താദെ, മക്കൾക്കൊരു സന്തോഷമാവട്ടെ. ഫ്ലൈറ്റിലൊക്കെ കയറ്റാം. ഫ്ലൈറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എനിക്ക് വേറെ നിന്ന് വീട്ടിൽ അടി കിടക്കുന്ന നാളെ തക്കാരത്തിൽ പോകണമെന്ന് പറയാവോ? അല്ലാഹുവേ, ഒരു ജ്യൂസിന് 50,000 രൂപയാണ്, പ്രമാണം കൊണ്ട് എടുത്തോളി. അത്രയും വലിയ പൈസ ഒന്നുമില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ CRP, കണിയാപുരം CRPയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ, ഉപ്പ, ഉമ്മുമ്മ, ഉപ്പുപ്പ, ഭാര്യ, മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അകത്ത് കയറാൻ സീറ്റില്ലാതെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പൊ പോയി സംസാരിച്ചു. എല്ലാവരും വന്ന് ഉസ്താദെ പ്രോഗ്രാമൊക്കെ കാണാൻ നമ്മൾ ദുആ ചെയ്യണം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് നല്ല പ്രായം ചെന്ന ഉമ്മയാണ്. അവൻ പറഞ്ഞു, ഉസ്താദെ എന്റെ ഉമ്മാക്ക് കൊണ്ട് ദ്വാരക്കണം, നമ്മുടെ ബർക്കത്തും ഐശ്വര്യമൊക്കെ ഉമ്മ. ഭാര്യയും മക്കളും ഒത്ത് രാത്രിയിൽ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അവന് എന്റെ ഉമ്മാമ ഒരു അരോചകത്വമായിട്ട് തോന്നിയില്ല. പാപ്പായ കൊണ്ടുപോകുന്നത് നാണക്കേടല്ലേ? ഭക്ഷണം വലിയ വിലപിടിപ്പുള്ള ഹോട്ടലിൽ പോയി വാപ്പാപ്പായൊക്കെ ചെന്നിരുന്ന എന്നൊക്കെ പറഞ്ഞ് ചുമക്കുമ്പോ നാണക്കേടല്ലേ? VIP ഹോട്ടലല്ലേ, വിഷമാവൂലേ എന്നവൻ കരുതിയില്ല. എന്റെ വാപ്പാക്കുള്ള വിഷമം എനിക്ക് ഞാൻ സഹിച്ചോളാം, കൊണ്ടുപോയി. അവർക്ക് ആഗ്രഹം കാണൂലേ? അള്ളാഹുവെ, മനസ്സിൽ കൊതി കാണൂലേ? നിങ്ങൾ ആരെങ്കിലും ഉമ്മയോട് വീട്ടിലുള്ള പ്രായത്തിനോട് ചോദിച്ചിട്ടുണ്ടോ, നമുക്കൊന്ന് പോയാലോ ഒരു യാത്ര? അവർ വിചാരിക്കും, മക്കളെ എന്നെ പൂച്ചയെ കൊണ്ട് കളയണമല്ല, കളയില്ലട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവർ വിചാരിക്കും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാനായി. ഇപ്പൊ ഒരു 4-5 ദിവസമായുള്ളൊരു സംഭവം നടന്നു കടക്കിൽ. രാവിലെ ഞാനൊരു ദിവസം ചെല്ലുമ്പോ ഒരു പ്രിയപ്പെട്ട പിതാവ് സ്വന്തമായ അപേക്ഷ കൊണ്ടുവരികയാണ്. വേറെ ആരുമില്ല. കാലൊക്കെ വെച്ച് കെട്ടി കടക്ക സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഈ ആതുരാലയത്തിൽ വന്നു. സാറേ, ഇത് സ്വീകരിച്ചിട്ട് ഞാൻ അഭയം തേടി വന്നതാണ് അത്ര. അദ്ദേഹം പറയാണ്, അബൂബക്കർ റാവുത്തർ എന്നാണ് പേര്. എന്റെ അടുത്ത് വന്നാലുള്ള പ്രശ്നം നിങ്ങൾക്കറിയാലോ. അന്നത്തെ വാതിൽ തന്നെ ഞാൻ പറയും. അന്നത്തെ വാതിൽ എന്തായാലും പറയും. യൂട്യൂബിൽ ലൈവായി ലോകം മുഴുവനും കാണുന്ന പ്രോഗ്രാമാണ് ഇപ്പോഴത്തെ എല്ലാ പ്രസംഗങ്ങളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അബൂബക്കർ റാവുത്തരെ കുറിച്ച്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ ആ റൂമിനകത്തിരുന്ന് വല്ലാഹി കരഞ്ഞു എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞു. അത്രയ്ക്ക് സങ്കടം. അദ്ദേഹത്തിന്റെ ഇളയ മകന്റെ വീട്ടിലാണ് ഇന്നലെ കിടന്നതെന്ന് പറഞ്ഞു. അവൻ ഗൾഫിൽ പോകുന്നു ഉസ്താദെ, ഞാൻ പുറകെ നടന്നു ഉസ്താദെ. 2 കൊല്ലം കഴിഞ്ഞല്ലേ ഇനി അവൻ വരുള്ളൂ. അതുകൊണ്ട് ഒരു 50 രൂപ ചിലപ്പോ വാപ്പച്ചിക്ക് തരുന്നെങ്കിലോ, അതിനു മുമ്പ് ഞാൻ മരിച്ചുപോയാലോ ഉസ്താദെ, 2 കൊല്ലം കഴിഞ്ഞല്ലേ അവൻ വരുള്ളൂ. സങ്കടം തോന്നിയ പ്രിയപ്പെട്ട ഉപ്പ പറയും, ഞാൻ പുറകെ നടന്നു. അവൻ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞവർ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പോയി. ഉസ്താദേ, വീട്ടുജോലിക്ക് നിൽക്കുന്ന ബംഗാളിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും എന്റെ പൊന്നുപോ എനിക്ക് തന്നില്ല. അതുകൊണ്ട് ഇനി എനിക്ക് വീടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ എന്നെ ഇടിച്ചിവിടെ വരൂലേ? ഇല്ല, 1 മാസം ഞാൻ തിരുവനന്തപുരം തമ്പാനൂരും വിഴിഞ്ഞത്തും കിടന്നിട്ട് ഒരുത്തരും വന്നില്ല. അവിടെ രോഗിയായി കിടക്കുന്ന കാലില്ലാത്തവര്, കൈയില്ലാത്തവര്, അവരൊക്കെ ഈ കഥ കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കടക്കൽ ഉസ്താദിനെ അറിയാം, ആ ഉസ്താദിനെ അറിയാം. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇവിടെ കിടത്താൻ പറ്റൂല, മഹലിന്റെ കത്ത് വേണം, ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കത്ത് വേണം, അല്ലെങ്കിൽ അറിയപ്പെട്ട ആളുടെയും കത്ത് വേണം. ഉസ്താദെ, നാളെ നമുക്കത് സംഘടിപ്പിക്കാം, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. റൂമിന്റെ കത്ത് ഫോണിലൊക്കെ ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞിട്ട് ഇവിടെ കിടത്തി. അന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു. പിറ്റേന്ന് രാവിലെ മക്കൾ വന്നു കടക്കൽ. നമ്മളെ വാപ്പായെ കൊണ്ടുപോകുന്നു. വാപ്പ പറഞ്ഞു, ഞാൻ വരൂല, നഴ്സറിയിൽ നിന്ന് മക്കളെ വിളിച്ചുകൊണ്ട് പോണ പോലെ.
നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ? അപ്പൊ വല്ലാഹി റബ്ബ് സത്യം, നെഞ്ചത്തടിച്ച് ഞാൻ വരൂല ഉസ്താദെ, എന്നെ വിടല്ലേ. അവസാനം ടെക്നിക്ക് അറിയാന്നുള്ളതുകൊണ്ട് സഫീർ ഖാൻ മുന്നാനി പറഞ്ഞു, നിങ്ങൾക്കൊരു ചെറുകുട്ടിയില്ലേ കല്യാണം നടത്താൻ, നിങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞാൽ ആ ചെറുകുട്ടിക്ക് ആലോചന വല്ലതും വരും. അങ്ങനെയാണെങ്കിൽ ചെറുകുട്ടിയുടെ കല്യാണത്തിന്റെ പിറ്റെന്ന് ഞാനിവിടെ വന്നിരിക്കും ഉസ്താദെ, ഈ മക്കൾ എന്നെ കൊല്ലും, എന്നെ നോക്കൂല, ഇതുവരെ ഇല്ലാത്ത മക്കൾ എനിക്കിപ്പോ എവിടെ നിന്ന് വന്നു ഉസ്താദെ എന്ന് ചോദിച്ച് കരയാണ്. എന്നിട്ട് അവിടത്തെ നമ്പരും കൊടുത്തു വിട്ടു, നിങ്ങൾ പോയിട്ട് വിളിക്കണം, എന്ത് വിഷമമുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു. നമ്പർ കൊടുത്ത ആളിപ്പോ കുടുങ്ങി. രാവിലെ ഉപ്പാപ്പ വിളിക്കാം, എനിക്ക് മരുന്ന് തന്നില്ലടേ, രാവിലെ വിളിക്കാം. കൊടുത്തവൻ എന്നെ വിളിച്ചു പറയാം, ഉസ്താദെ എന്റെ നമ്പർ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ള കൊടുത്തു. എത്ര ഉപ്പാപ്പമാരിങ്ങനെ, എത്ര ഉമ്മമാര്. വേറൊരു ഉമ്മാമ്മയുടെ കത്തൊരു ഉസ്താദ് കൊണ്ട് തന്നു, ഞങ്ങൾ കാണാൻ പോയപ്പോ ഇന്ന് വരെ ഉമ്മാമ കണ്ടിട്ടില്ലാത്ത മക്കളൊക്കെ ഉമ്മാമയുടെ അടുത്തിരുന്ന് വാ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വീശിയെ കൊടുത്ത് പാട്ടൊക്കെ പാടി. എന്താ കാരണം എന്ന് പറയും, ഉമ്മാമ പറയാ, ഉസ്താദേ എനിക്ക് 3000 രൂപ പെൻഷൻ കിട്ടും, അതെടുക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് അല്ലാതെ ഒരു സ്നേഹം കൊണ്ടുവന്നതല്ല. ഇങ്ങനെ നമ്മൾ ആർക്ക് വേണ്ടി അഭിനയിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാനാ? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഉമ്മമാരും ഉപ്പമാരും കരയുന്ന ലോകമാണ്. അതുകൊണ്ടാണ് ഈ മക്കൾ നശിക്കുന്നത്, അതുകൊണ്ടാണ് ഗുണം പിടിക്കാത്തത്, അതുകൊണ്ടാണ് വലിയ മാളിക സൗധത്തിന്റെ അകത്തളത്ത് കിടന്നിട്ട് ഈ മക്കൾക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, സങ്കടത്തിന്റെ കണ്ണീര് ഉമ്മയുടെ മുഖത്ത് വരാൻ പാടില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് സുബ്ഹാനല്ലാഹ് ഒരു സഹോദരൻ വന്നു പറയുന്നു, വലിയ നെടുവീർപ്പോടെ അഭിവൃദ്ധിയോടെ പറയാൻ, എന്റെ ഉമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ. റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മയെ ഞാനാണ് കുളിപ്പിക്കുന്നത് തങ്ങളെ, ഞാനാണ് കുളിപ്പിക്കുന്നത് തങ്ങളെ. പെൺകുട്ടികളാരും വീട്ടിലില്ല, ഞാൻ എന്റെ ഉമ്മയെ കുളിപ്പിക്കുന്നു. ഉമ്മയുടെ നഗ്നത അറിയാതെ, മനഃപൂർവ്വമല്ല, അറിയാതെ ഞാൻ കണ്ടുപോകുന്നു തങ്ങളെ. അതിന് തെറ്റുണ്ടോ? ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗിയായ ഉമ്മയല്ലേ, പ്രശ്നമില്ല തങ്ങളെ, എന്റെ ഉമ്മക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുന്നു. ഉമ്മയുടെ കയ്യിലും കാലിലുമുള്ള മുറിവുകളിലേക്ക് ഞാൻ പച്ചമരുന്നിന്റെ നീരൊഴിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, എന്റെ ഉമ്മ ചുമക്കുമ്പോ തുപ്പുമ്പോ ഞാൻ കൈകൊണ്ട് തുടച്ചെടുക്കുന്നു. എന്റെ ഉമ്മ മലമൂത്ര വിസർജനം നടത്തുമ്പോ ഞാൻ വൃത്തിയാക്കി കൊടുക്കുന്നു. എന്റെ ഉമ്മയുടെ ബാധ്യതയുടെ വിഷയത്തിൽ ഞാനൊരു പൂർണ്ണനായോ? എന്റെ ഉമ്മയുടെ ബാധ്യത പൂർത്തീകരിച്ച ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയോ? എല്ലാം ചെയ്തു കൊടുക്കുന്നു തങ്ങളെ. എന്റെ ഉമ്മയെ ഞാൻ നോക്കുന്ന പോലെ ലോകത്തൊരു പൊന്നുമോനും ഒരു ഉമ്മയെ നോക്കൂല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഒരിക്കലും നിന്റെ ബാധ്യത നീ പൂർത്തീകരിച്ചിട്ടില്ല. അയാൾ കരഞ്ഞിട്ട് പറഞ്ഞു, തങ്ങളെ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹാ തസ്നഉ ബിക വഹിയ തമന്നാ ബഖാവുക. അവർ നിന്നെ ഇതുപോലെ പണ്ട് ചെയ്തത് നീ അടുത്തെങ്ങാനും മരിക്കുമെന്ന് ചിന്തിച്ചിട്ടല്ല നീ ഇന്ന് ചെയ്യുന്നത്. എത്ര ചെയ്താലും കൂടിപ്പോയ 6 മാസം, എത്ര ചെയ്താലും കൂടിപ്പോയ 12 മാസം, അതിനപ്പുറം പോവില്ല എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടല്ലോ. ഞാൻ എത്ര മലവും മൂത്രവും എടുത്താലും എന്തായാലും ഒരു 6 മാസം കൂടി തന്നെ ഉമ്മ മരിക്കും. ആ ഒരു ചിന്ത കൽബിലുള്ളതുകൊണ്ട് മോനെ, ഉമ്മ ചെയ്തതിന് പകരമാവുന്നില്ല. നിന്നെ കഴുകിയപ്പോ, നിന്നെ വൃത്തിയാക്കിയപ്പോ നിന്റെ ഉമ്മ വിചാരിച്ചത് നീ 6 മാസം കൂടി എന്നല്ല, ഇവൻ വളരണമല്ലോ, ഞാൻ മരിച്ചാലും ഇവൻ ജീവിച്ചിരിക്കണമല്ലോ എന്ന ചിന്തയാണ് നിന്റെ ഉമ്മയുടെ മനസ്സിൽ. നിന്റെ ഉമ്മ ഈ ലോകത്തിലൊന്ന് വിട പറഞ്ഞു പോകുമോ എന്ന ഒരു ചിന്ത നിന്റെ മനസ്സിന്റെ അകത്തുള്ളത് കൊണ്ട് മോനെ, നിന്റെ ബാധ്യത തീരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ വന്ന് പറഞ്ഞു, നബിയേ, എന്നാൽ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു വരുമോ? ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ, വാപ്പയുടെ പൊരുത്തം കിട്ടാൻ, അവരുടെ തൃപ്തി കിട്ടി സ്വർഗത്തിൽ കിടക്കോ, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 4 കാര്യങ്ങളാണുള്ളത്. എന്റെ കച്ചവടത്തുകാരേ,
സ്വർഗത്തിലേക്കൊരു വാതിലെന്ന വിഷയം പറഞ്ഞ് ബാക്കവി സ്റ്റേജിൽ ഇറങ്ങുമ്പോ ഇവിടെ പഠിച്ചുകൂടിയ ഈ ജനങ്ങൾ മുഴുവനും മനസ്സിന്റെ ഉള്ളില് ഉമ്മയെ ഉപ്പയെ ഒരു വലിയ സംഭവമായി കൊണ്ടു നടക്കേണ്ടതാണ്. നബിതങ്ങളോട് വന്ന് പറഞ്ഞ നബിയെ, ഹദീസുകൾ കേട്ട് ചരിത്രങ്ങൾ കേട്ട് പേടിയാകുന്ന റസൂലേ, അതുകൊണ്ടൊന്ന് ചുരുക്കി പറഞ്ഞു തരുവോ? ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തം നേടി സ്വർഗം കിട്ടാ ഏറ്റവും എളുപ്പത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമേതാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർബഉഖ്സാൽ, 4 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. അതിലൊന്നാമത്തത് അദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. അവർ നിങ്ങൾക്ക് ദ്വാരന്നിട്ടുണ്ടല്ലോ, ഒരു ദിവസം പോലും ദുആ ചെയ്യാത്ത ദിവസമുണ്ടാവല്ലേ ചെറുപ്പക്കാരാ? ഒരു രാത്രി പോലും ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാത്ത ദിവസമുണ്ടാവല്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ദുആ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഈ ദുആ നിങ്ങൾ മറക്കാൻ പാടില്ല. എന്നും ചൊല്ലുക, എല്ലാ ദിവസവും ചൊല്ലുക, എല്ലാ ദിവസവും ചൊല്ലുക. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും മരിച്ചുപോയ മാതാപിതാക്കൾക്കൊക്കെ അതൊരു വലിയ ഗുണമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇസ്മാഈൽ ഇബ്നു ഉസ്മാൻ ഇബ്നു നൗല റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എല്ലാ വെള്ളിയാഴ്ച രാവിലും ഞാൻ എന്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ രാവിലെ പോകും ഉമ്മയുടെ ഖബറില്. എന്നിട്ട് അവിടെ ഫാത്തിഹ ഓതി, അവിടെ ഖുർആൻ ഓതി എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഞാൻ ദ്വാരക്കുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ സ്വപ്നം കാണുകയാണ്. ആ ഉമ്മ പറഞ്ഞു, മോനെ, ഒരു ദിവസം പോലും നീ മുടക്കല്ല മോനെ. എല്ലാ വെള്ളിയാഴ്ചയും നീ എന്റെ ഖബറിന്റെ അടുത്ത് വരുമ്പോ എന്റെ പരിസര കബറാളികൾ പറയും, പെണ്ണേ റാബിയ, നിന്റെ മോ വരുന്നുണ്ടല്ലോ റാബിയ, നീ ഭാഗ്യവയാനടി. ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാറ് നിന്റെ ഖബറിന്റെ അടുത്ത് നിന്റെ പൊന്നുമോ വന്ന് ദുആ ചെയ്യുന്നല്ലോ. നീ എത്ര ഭാഗ്യവതിയാണ് റാബിയ എന്ന് മോനെ എന്നോട് ഖബറാളികൾ പറയുമ്പോ എന്റെ മനസ്സിനൊരു സുഖമാണ്. എല്ലാ വേദനകളും ഞാൻ മറക്കും പൊന്നുമോനെ. അതുകൊണ്ടൊരു വെള്ളിയാഴ്ച പോലും മറക്കല്ലേ, മുടക്കല്ലേ എന്ന് പറയുമ്പോ മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സാറ ഖബറ അബവൈഹി ഔ അഹദുഹുമാ ഫീ കുല്ലി ജുമഅ, എല്ലാ വെള്ളിയാഴ്ചയിലും ഉമ്മയുടെയോ വാപ്പയുടെയോ ഖബർ സിയാറത്ത് ചെയ്ത് അവർക്ക് ദുആ ചെയ്താൽ ഗുഫിറ ലഹു കുതിബ ബർറാ, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല അവനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മകനായുള്ള രേഖപ്പെടുത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര പുണ്യമാണ്, എത്ര നേട്ടമാണ്, എത്ര ഉപയോഗമാണ്. മറക്കല്ലേ, ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാൻ മറക്കല്ലേ. നിങ്ങളെപ്പോഴാണ് മരിക്കുന്നവരെന്ന് പറയാൻ പറ്റൂല. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാ? എനിക്ക് വേണ്ടി എന്റെ മകൻ ദ്വാരക്കണം ഞാൻ മരിക്കുമ്പോൾ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനാണ് മുസ്താഖ് അഹമ്മദിനെ കൊണ്ടുവന്നത്. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് മദീനയിലാണ്. മസ്ജിദുൻ നബവിയുടെ റൗള ശരീഫിന്റെ പച്ചക്കുബ്ബ കാണുന്ന മസ്ജിദുൻ നബവിയുടെ അകത്തിരുന്നിട്ടാണ് എന്റെ മുസ്താഖ് അഹമ്മദ് ഞാൻ സൂറത്തുൻ നാസും ഫലക്കും ഇഖ്ലാസും പഠിപ്പിച്ചു കൊടുത്തത്. എന്തിനാണെന്നറിയോ? എനിക്ക് വേണ്ടി അവൻ ദുആ ചെയ്യുന്നവനാകണം, എന്റെ ഖബറിലേക്ക് ഖുർആൻ ഓതുന്നവനാകണമെന്ന അതിയായ ആഗ്രഹത്തിന്റെ പേരിലായിരുന്നെങ്കിൽ അവനാണ് ആദ്യം പോയത്. ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ലോകത്ത് നടക്കുന്നത്. ഇന്ന് നമ്മൾ ഉമ്മക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്തില്ലെങ്കിൽ നാളെ നിനക്ക് ദുആ ചെയ്യാനോ ഒരുത്തനും കാണൂല. നിന്റെ ഖബറിന്റെ മുകളിൽ ചെടി മുളച്ചു വന്നാലും പുല്ല് മുളച്ചു വന്നാലും പള്ളിപ്പറമ്പിൽ മേഞ്ഞിടക്കുന്ന കന്നുകാലികൾ കടിച്ചു തിന്നാലും നിന്റെ കുടുംബത്തിൽ ഒരുത്തനും വരൂല. നോക്കാ, നിനക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിന് ചോദിക്കാ. എന്റെ ഈ സരസിൽ വന്നവരെ, പേര് പറയാത്ത ഒരു സഹോദരി പറയുകയാണ്, 1,00,000 രൂപ ആരംഭ റസൂല് മാതാപിതാക്കളോടുള്ള 4 ബാധ്യതയിൽ 1 ദുആ ചെയ്യലാണ് പറഞ്ഞതെങ്കിൽ ബാക്കി 3 പറയുന്നതിന് മുമ്പ് അദ്കാറിന്റെ ആത്മീയതയുടെ ആവേശം അലതല്ലി നിൽക്കുന്ന കച്ചവടത്തിന്റെ ആത്മീയ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആമീൻ പറയുക. ഒരു പെങ്ങള് പറഞ്ഞു, പേര് പറയേണ്ട ഉസ്താദേ, സംഘാടകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുആരക്കുക. 1,00,000 രൂപ ഖുലൂബ
തക്ബീർ കുലൂ തക്ബീർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറഞ്ഞു. മുത്തഅല്ലിമീങ്ങളുണ്ട്, സ്റ്റേജ് നിറച്ച് ഉസ്താദുമാരുണ്ട്, ഉമ്മപെങ്ങന്മാരുണ്ട്, തഹജ്ജുദ് മുടക്കാത്ത ഉമ്മമാരുണ്ട്. ആമീൻ പറഞ്ഞു. റബ്ബേ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലോ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലോ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലോ, ഐശ്വര്യം കൊടുക്കണേ അല്ലോ. കരുണക്കടലായ റബ്ബേ, മന്ദിരം കുന്ന് മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇടിഞ്ഞു വീഴാറായ നിന്റെ പള്ളി കണ്ടില്ലെന്ന് വെക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല റബ്ബേ. ഈ വലിയ മജ്‌ലിസിന്റെ പ്രാർത്ഥന കൊണ്ട് ആ പള്ളിക്ക് വേണ്ടി 1 ലക്ഷം രൂപ പറഞ്ഞ പെങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അവരെപ്പോഴാണ് മരിക്കുന്നത് അറിയില്ല. അവർ മരിക്കുമ്പോ ഈ നിസ്കാര പള്ളിക്ക് വേണ്ടി സുജൂദ് ചെയ്യേണ്ടുന്ന ദിക്ർ ചൊല്ലേണ്ടുന്ന പള്ളിക്ക് വേണ്ടി 1 ലക്ഷം രൂപ നിയ്യത്ത് ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ചോദിക്കുക, വോളണ്ടിയേഴ്സുകാർ സഹോദരിമാരോട് ചോദിക്കുക, ആരാണ് സ്വർണം തരുന്നത്? ഒരു പള്ളി നിർമ്മിക്കുന്നതിനാ. മന്ദിരം കുന്നിലെ പള്ളി ഒരു മന്ദിരം പോലെ വളർന്നു വരാൻ വേണ്ടിയാ. പടച്ചവന്റെ പള്ളി ഒരു 18കാരി സുന്ദരിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ പള്ളി നിർമ്മാണത്തിന്റെ ഭംഗിക്ക് വേണ്ടിയാണ്. അല്ലാഹു തന്ന ശരീരം വെച്ചിരിക്കുന്ന പെണ്ണേ, RCCയിൽ പോകാൻ ഇടവരുത്തല്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാ. ഇന്ന് ഞങ്ങളുടെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞ സഹോദരനെ പോലെ 1000 രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കാര്യം നടക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വീട് വീടാന്തരം കയറിയിറങ്ങി യാചിക്കുന്ന ഗതികേട് വരാതിരിക്കാൻ അല്ലാഹുവേ, രണ്ടാമത് 1 ലക്ഷം രൂപ പറഞ്ഞത് റഹീമെന്ന അസീരാജ് ജുവലറി നടത്തുന്ന കല്ലറയില് റഹീമെന്ന പ്രിയപ്പെട്ട സഹോദരനാണ്. ഈ മഹലിനെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാരനാ. ഇവിടെ പ്രസംഗത്തിന് പോയാൽ ഉസ്താദേ, ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ദ്വാരക്കണേ, ഞങ്ങളുടെ മഹലിന് വേണ്ടി ദ്വാരക്കണേ, മറക്കല്ലേ എന്ന് പറയുന്ന സഹോദരനാണ്. നാദാ, ആ സഹോദരന് ഖൈറ് കൊടുക്കണേ അല്ലാ, ആ സഹോദരന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആ സഹോദരന് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നീ പൊറുക്കണേ അല്ലാ. ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ പള്ളിയിലേക്കുള്ള എല്ലാ കട്ടളയും ജന്നലും തടിയുടെ എല്ലാ വർക്കുകളും അവരുടെ എറണാകുളത്തുള്ള മില്ലിൽ നിന്ന് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സാബിർ എന്ന സഹോദരനാണ് സൗദി അറേബ്യയിലുള്ള. ആ സഹോദരനാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ രോഗിക്ക് വേണ്ടി നാളെ പൈസ അയച്ചു കൊടുക്കാവുന്നത്. അതിന്റെ മുകളിൽ അദ്ദേഹം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാശ് അയച്ചു കൊടുത്ത ഉസ്താദ് പറഞ്ഞ ആ സഹോദരന്റെ ചികിത്സയ്ക്കുള്ള പൂർണ്ണ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന സഹോദരൻ പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ. ഇവിടെ വന്നിട്ടില്ല, തച്ചോണത്തുകാരെ കണ്ടിട്ടില്ല, നിങ്ങളറിയില്ല അദ്ദേഹത്തെ. പക്ഷേ ഈ മന്ദിരം കുന്നുന്ന പള്ളിയുടെ ജന്നലും കട്ടളയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ തടിയുടെ വർക്കുകളും എറണാകുളത്ത് അദ്ദേഹത്തിന് ഒരു മില്ലുണ്ട്, അതിൽ നിന്ന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ സംഘാടകരുടെ അദ്ദേഹത്തിന്റെ നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാൽ അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തരും. നിങ്ങൾ കാര്യമായി ഒന്ന് ആത്മാർത്ഥതയോടെ ആമീൻ പറയണം. സൗദിയിൽ ഒരു വലിയ പദ്ധതിക്ക് അദ്ദേഹം ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായും ഒരു തകരാറില്ലാതെ ഒരു തളർച്ചയില്ലാതെ നടക്കണം. അതിന് നിങ്ങളൊന്ന് ആമീൻ പറയണം. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആ സ്വാബിർ എന്ന സാധുവാര സഹോദരന് ഖൈറ് കൊടുക്കണേ അല്ലാ. എല്ലാ ദിവസവും തിരക്കെല്ലാം മാറ്റിവെച്ചിട്ട് തമ്പുരാനെ ഫോണിലൂടെ, ലാപ്ടോപ്പിലൂടെ, കമ്പ്യൂട്ടറിലൂടെ ഈ വിനീതന്റെ പ്രസംഗം ലൈവായി കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് തന്നെ കൊണ്ട് കഴിയുന്നത് സ്വതക്ക നൽകും തമ്പുരാനെ.
ആ സാമ്പത്തിക അഭിവൃദ്ധിയുടെ കവാടം ഒരിക്കലും നീ അടച്ചു കളയരുത് റബ്ബേ, അടച്ചു കളയരുത് അല്ലാഹുവേ. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ മാതാപിതാക്കളുടെ പൊരുത്തം നീ കൊടുക്കണേ അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹുവേ നിന്റെ എല്ലാ ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ അരുമ മക്കളല്ലാ, ഈ വിനീതൻ എത്രയോ സദസ്സിൽ ദുആ ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്ക് ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ഉമ്മയെയും ഉപ്പയെയും പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മക്കളാക്കണേ അല്ലാ. ആ സഹോദരന്റെ സഹധർമ്മിണിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, നമ്മുടെ മന്ദിരം കുന്ന പള്ളിക്കു വേണ്ടിയുള്ള എല്ലാ തടിവർക്കുകളും ആ പ്രിയപ്പെട്ട സഹോദരൻ ഏറ്റെടുത്തിരിക്കുന്ന തമ്പുരാനെ, വലിയ വില വരും റബ്ബേ. ആ സഹോദരന് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. അബൂ സൽമാൻ 50,000 രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. എല്ലാവരും സ്വലാത്ത് ചൊല്ലി ആമീൻ പറഞ്ഞു കൂടെ നിൽക്കണം. കാരണം അല്ലാഹുവിന്റെ പള്ളിക്കു വേണ്ടിയുള്ളതാണ്. അതിനോട് ഇഷ്ടക്കേട് കാണിച്ചെഴുന്നേക്കാൻ തോന്നല്ലേ. പടച്ചവന്റെ പള്ളി നിർമ്മാണത്തിനാണ്, നമ്മുടെ വീട് മിനിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നല്ല മനസ്സോടെ കൊടുക്കുന്നവർക്കൊന്ന് ആമീൻ പറയാനിരുന്നു കൊള്ളുക. നിങ്ങളൊക്കെ നിറഞ്ഞ മലക്കുകളുടെ സദസ്സാണ്. അല്ലാഹുവിന്റെ പൊരുത്തം വേണം നിങ്ങൾക്കതുകൊണ്ട് കാര്യമായി പറയുക. അല്ലാഹുവേ, അബൂ സൽമാൻ എന്ന സഹോദരൻ 50,000 രൂപ. മന്ദിരം കുന്ന് പള്ളി ഇതാ ഉയരാൻ പോവുകയാണ്. മനോഹരമായ പള്ളി, മഴ പെയ്താൻ നനയാത്ത പള്ളി, പട്ടിയും പൂച്ചയും കയറാത്ത പള്ളി, ജനങ്ങൾക്ക് നിറഞ്ഞ് അന്തസ്സോടെ നമസ്കരിക്കാൻ പറ്റുന്ന പള്ളി. നമ്മളെല്ലാവരും നമ്മുടെ വീട് വൃത്തിയാക്കി മിനുക്കുമ്പോ അള്ളാന്റെ പള്ളി അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അബൂ സൽമാൻ പറഞ്ഞു, സാറേ ഞാനും കൊടുക്കാം 50,000. ആ സഹോദരന് നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ആ സഹോദരന് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കണേ അല്ലാ. പറഞ്ഞ ഉടനെ പെട്ടെന്ന് നാളെ രാവിലെ തന്നെ കൊടുക്കണമെന്നല്ല. സംഘാടകരുമായി ബന്ധപ്പെട്ട് അതിന്റെ പണി തുടങ്ങുമ്പോൾ കുറേശ്ശെ ഇപ്പൊ 50 പാക്കറ്റ് സിമന്റ് പറഞ്ഞാൽ, 25 പാക്കറ്റ് സിമന്റ് പറഞ്ഞാൽ, ഒരു ലോഡ് മണ്ണോ ചല്ലിയോ കമ്പിയോ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ സമയമാകുമ്പോൾ ബന്ധപ്പെട്ടിട്ട് അതിന്റെ വിലയോ അല്ലെങ്കിൽ ആ സാധനമോ എത്തിച്ചു കൊടുത്താൽ മതി. ഇത് ആർക്കും കണക്കൂട്ടി കൊണ്ടുപോകാനില്ല. പള്ളി നിർമ്മാണത്തിനെന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിന് തന്നെയാ, വേറൊന്നിനുമല്ല. അങ്ങനെയുള്ളവരല്ല ഇപ്പൊ ഈ പള്ളി പരിപാലനം നടത്തുന്നത്. അവർക്ക് അതിൽ നിന്ന് കാശെടുത്തിട്ട് വേണ്ട അവരുടെ കുടുംബകാര്യം നോക്കാൻ. ഇനി അങ്ങനെ ഗതികേട് വന്നാൽ അവരെടുക്കൂല. അത്ര ഉറപ്പുള്ള സംഘാടകരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹക്കിനെ ഹക്കായി തിരിച്ചറിയാൻ ആ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഷംനാദ് മന്ദിരം കുന്ന്, അവിടെ തന്നെയുള്ള മന്ദിരം കുന്നിൽ തന്നെയുള്ള ഷംനാദ് അർഹതപ്പെട്ട പള്ളിയാ ഉസ്താദേ. ഞങ്ങൾ അവിടെ ഉള്ള ആളാ. ആ പള്ളിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. 50,000 രൂപ ആ പ്രിയപ്പെട്ട സഹോദരനും നിയ്യത്ത് ചെയ്തിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി